നമുക്ക് നോക്കാനുള്ളത് മൂന്നാമത്തെ അല്ലെ, നമ്മുടെ മൂന്നാമത്തെ യൂണിറ്റ് ആണ്. ആ മൂന്നാമത്തെ യൂണിറ്റിലോട്ട് നമ്മൾ പോണ സമയത്ത് അവിടെ നമുക്ക് നോക്കാനുള്ളത് അക്കൗണ്ടിങ്ങിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യാണ്, ജേണൽ പ്രിപ്പയർ ചെയ്യാണ്, ലെഡ്ജർ പ്രിപ്പയർ ചെയ്യാണ്, ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യാണ്, ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാണ്, അക്കൗണ്ടിങ്ങിന്റെ എറർ. ഇങ്ങനെ ഒരു വലിയ ടോപ്പിക് തന്നെ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, നമുക്ക് മൂന്നാമത്തെ യൂണിറ്റിൽ നമുക്ക് നോക്കാൻ. അതിനു മുന്നേ ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചെറിയ ഒന്ന് രണ്ട് പൊടിക്കൈകൾ, ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും എക്സാമിന് ജേണൽ എൻട്രീസ് എഴുതാൻ ചോദിക്കും. ഒരു 5-6 ട്രാൻസാക്ഷൻ തന്നിട്ട് അത് ജേണൽ എൻട്രീസ് എഴുതാൻ വേണ്ടി നമുക്ക് എന്തായാലും എക്സാമിന് ചോദിക്കും. അപ്പൊ അത് എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം നമുക്ക് നോക്കണം. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ ആദ്യം എന്ത് ചെയ്യാം, ഒരു കാര്യം പഠിച്ചു വെക്കാം. ദാറ്റ് ഈസ് ആലീസ്, ALICE, ആലീസ്. ഇതാണ് നമ്മളുടെ എന്തെന്ന് പറഞ്ഞാൽ അക്കൗണ്ടിങ്ങിന്റെ ഏറ്റവും വലിയ ബേസിക് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് അമേരിക്കൻ ആണ്. വേറൊരാളുണ്ട് നമ്മുടെ ഗോൾഡൻ റൂള്, അത് ബ്രിട്ടീഷ് ആണ്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ മതി, അമേരിക്കയുടെ ഈ ഒരു റൂള് നോക്കാൻ മതി. കാരണം ഒന്നും കൂടി സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ഇതെന്ന് പറയുന്നത്. ആലീസിലൂടെ നമുക്ക് നോക്കാൻ മതി. അപ്പോ ആലീസിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്, അസറ്റ്, ലയബിലിറ്റി, ഇൻകം, ക്യാപിറ്റൽ, എക്സ്പെൻസ്. എന്തൊക്കെയാണ് അസറ്റ് എന്താണ്, ലയബിലിറ്റി എന്താണ്, ഇൻകം എന്താണ്, ക്യാപിറ്റൽ എന്താണ്, എക്സ്പെൻസ് എന്താണെന്നുള്ള ഈ ഒരു 5 കാര്യം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജേണൽ എഴുതാം, ലെഡ്ജർ എഴുതാം, പാർട്ട്ണർഷിപ്പിലോട്ട് പോകുന്ന സമയത്ത് അവിടെ ഉപയോഗിക്കാം. ഇനി നിങ്ങൾ ക്ലാസിഫിക്കേഷൻ ചെയ്യണോ, ട്രയൽ ബാലൻസ് ചെയ്യുന്ന സമയത്ത് ബാലൻസ് നോക്കണം, എന്ത് കാര്യം നോക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാം. ദാറ്റ്സ് ദ പവർ ഓഫ് ആലീസ്. ആലീസ് ചേച്ചിനെ ഒരിക്കലും നമ്മൾ അക്കൗണ്ടിങ്ങിന് എന്ത് ചെയ്യാം, നമ്മൾ മറന്നു പോകാൻ പാടില്ല. അപ്പൊ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എ എന്ന് പറഞ്ഞ എന്തായിരുന്നു, നമ്മളെ സംബന്ധിച്ച് അസറ്റ് ആയിരുന്നു. എന്താണ്, അസറ്റ് ആണ്. എ എന്ന് പറഞ്ഞ അസറ്റ് ആണ്. എൽ എന്ന് പറഞ്ഞ ലയബിലിറ്റി ആണ്. ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകം ആണ്. സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ ആണ്. ഇ എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് ആണ്. എപ്പോഴും രണ്ടറ്റത്ത് നിൽക്കുന്നവരായിരിക്കും എന്തെന്ന് പറയുന്നത്, നമ്മളെ സംബന്ധിച്ച് രണ്ടുപേരായിരിക്കും നമ്മളെ സംബന്ധിച്ച് എന്തെന്ന് പറയുന്നത് ഏറ്റവും ബെനിഫിറ്റ് ആയിട്ടുള്ള ആൾക്കാർ എന്ന് പറഞ്ഞല്ലേ. ഇവര് ഭയങ്കര ഫ്രണ്ട്സാണ്. ഇവിടെ അതേപോലെ തന്നെയാണ്. ഒരു ബെഞ്ചിന്റെ അറ്റത്തിരിക്കുന്ന ഇവര് രണ്ടുപേരും വട്ടമിട്ട രണ്ടുപേരും, നീല വട്ടമിട്ട രണ്ടുപേരും ബെസ്റ്റ് ഫ്രണ്ട്സാണ്. അതുകൊണ്ട് ഇവര് എങ്ങോട്ട് പോയാലും ഒരേപോലെ, എന്ത് ഡ്രസ് ഇട്ടാലും ഒരേപോലെ, എന്ത് കാര്യം ചെയ്താലും ഒരുമിച്ചാ. ഇവര് ലഞ്ച് കഴിക്കാൻ പോകുക വെച്ചാലും ആലീസിലെ എയും ഈ ഒരുമിച്ചേ പോകുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും ഒരു ടീമാണ്. ബാക്കി നടുക്കിൽ കിടക്കുന്ന LIC ഇവരെ പിടിച്ച് നമ്മൾ മറ്റൊരു ടീമാക്കി. അതായത് അസറ്റിനും എക്സ്പെൻസിനും ഒരു റൂൾ ആണെന്നുണ്ടെങ്കിൽ അവരുടെ എന്താണ് ശത്രു ടീമാണ് LIC, നടുക്ക് കിടക്കുന്ന 3 പേര്. അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് എന്താണെന്ന് പറയാ, നമ്മുടെ ആസ്തികളാണ് അല്ലെ. അസറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ആസ്തികളാണ്, നമ്മുടെ സ്വത്തുകളാണ്. ഒരു ബിൽഡിങ്, ഒരു മെഷീനറി, നമ്മുടെ കാറ്. ഇപ്പൊ ഏതൊരു ഇൻഡിവിജ്വലിന് എന്താ, ഒരു ബൈക്ക് ഉണ്ടാവും, ഒരു വീട് ഉണ്ടാവും, കുറച്ച് സ്ഥലം ഉണ്ടാവും. നമുക്ക് എന്താണ്, അത് ഇല്ലാത്തവരൊക്കെ ചുരുക്കമായിരിക്കും. അപ്പൊ അങ്ങനെ ഉണ്ടാവാൻ സംഭവിക്കാം. അതൊക്കെ എന്തോ ആവട്ടെ, നമ്മൾ പറയുമ്പോൾ ഇതൊക്കെ നമ്മുടെ ആസ്തിയാണ്. ഒരു ബിസിനസിനെ സംബന്ധിച്ച് അതിന്റെ ബിൽഡിങ്, അവിടെയുള്ള മെഷീൻസ് എല്ലാം അതിന്റെ ആസ്തികളാണ്. അപ്പൊ നമ്മൾ ചോദിക്കും, എംപ്ലോയീസ് ആസ്തികളല്ലേ? ഞാൻ ഇതേപോലെ എന്ത് ചെയ്യാണ്, ഒരു സ്ഥലത്ത് പോയിട്ട് അക്കൗണ്ടിങ്ങിന്റെ ക്ലാസ് എടുക്കണം. അപ്പൊ എന്നോട് ചോദിക്കുകയാണ്, സാറേ നമ്മൾ ഇത്തരത്തിൽ അക്കൗണ്ടിങ്ങിന്റെ ക്ലാസ് അല്ല, ഒരു ഓറിയന്റേഷൻ ആണ്. അതിൽ നമുക്ക് ഇങ്ങനെ ഫൈനാൻഷ്യലി കാര്യങ്ങളൊക്കെ പറയേണ്ട സമയത്ത് ഞാൻ നമ്മൾ അസറ്റിനെ കുറിച്ച്, ആസ്തികളെ കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പോ ഈ ഒരു കാര്യത്തിൽ അവർ ചോദിച്ചൊരു കാര്യമാണ്, സാർ എംപ്ലോയീസ് ഞങ്ങള് എന്താണ് നമ്മളുടെ അസറ്റ് അല്ലേ, അപ്പൊ എന്താ ചെയ്യാന്നുള്ളത് ചോദിച്ചു. സത്യമാണ്, അസറ്റ് എന്ന് പറയുന്നത് എന്താണ്, എംപ്ലോയീസ് നമ്മളെ സംബന്ധിച്ച് അസറ്റ് ആണ്. ബട്ട് നമ്മൾ എന്ത് ചെയ്യില്ല, നമ്മള് അവരെ നമ്മളുടെ എന്താക്കി ട്രീറ്റ് ചെയ്യില്ല, അസറ്റ് ആക്കിയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യില്ല. കാരണം നമ്മുടെ ഫസ്റ്റത്തെ പ്രിൻസിപ്പിളാ. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അവരെ അങ്ങനെ ട്രീറ്റ് ചെയ്യാറില്ല. കാരണം നമ്മൾ പറഞ്ഞത് നമ്മുടെ ഫസ്റ്റത്തെ പ്രിൻസിപ്പിളിന്റെ കേസ് പറഞ്ഞില്ലേ, അവിടെ എന്തായിരുന്നു, നമ്മൾ മണി മെഷർമെന്റ്, അതായത് ക്യാഷിന്റെ രൂപത്തിൽ അളക്കാൻ കഴിയും. പക്ഷെ നമുക്ക് എന്ത് ചെയ്യില്ല, ഈ ഒരു എംപ്ലോയീസിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇത്രയാണ്, 1 ലക്ഷമാണ് എന്റെ എംപ്ലോയീസിന്റെ വാല്യൂ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം അത് നമുക്ക് അളക്കാൻ സാധിക്കാത്ത അത്ര എന്താണ് വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് ഇത്രയാണ് നമുക്ക് പറഞ്ഞ് നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കില്ല. സോ നമ്മൾ എന്തായിരിക്കും, അവിടെ അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്യാഷിന്റെ രൂപത്തിൽ അളക്കാൻ പറ്റുന്നതാണ് നമ്മൾ കൃത്യമായിട്ട് പറയും. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് നോക്കാനുള്ള അസറ്റ് എന്താണെന്ന് വെച്ചാൽ ലയബിലിറ്റി. ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് സംബന്ധിച്ച ബാധ്യത. ഓക്കെ, നമ്മൾ ഈ ലയബിലിറ്റിയിൽ വരുന്ന ഒരാളാണ് ആരെന്ന് പറഞ്ഞത്, ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട്, അത് നമ്മുടെ ലോങ് ടൈം ലയബിലിറ്റി ആണ്. ഇത് കൂടാതെ നമുക്ക് ലയബിലിറ്റി വരാം. അതായത് നമ്മളൊരു ബാങ്ക് ലോൺ എടുത്തു, നമ്മൾ എന്തെങ്കിലും ഒരു ബാങ്ക് ലോൺ എടുത്തു കഴിഞ്ഞിട്ട് അത് നമ്മളെ സംബന്ധിച്ച് എന്താ ഒരു ലോണാണ്, നമുക്ക് ബാധ്യതയാണ്. ക്രെഡിറ്റേഴ്സ് ഉണ്ട് അല്ലേ, അതായത് നമ്മൾ ക്യാഷ് കൊടുക്കാനുള്ളവരാണ് ക്രെഡിറ്റേഴ്സ്. അതെന്താണ് നമ്മളെ സംബന്ധിച്ച് ഒരു ബാധ്യതയാണ്, ലയബിലിറ്റി. ഇതെല്ലാം കൂടിച്ചേരുന്നതാണ് എന്ന് പറയുന്നത് ലയബിലിറ്റി എന്ന് പറയുന്നത്. ഈ ലയബിലിറ്റി ഇത് കൂടാതെ ഐറ്റംസ് ഉണ്ട്. അത് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മളുടെ എന്താണ് ഈ ലയബിലിറ്റി. ഇത് കൂടാതെ വരുന്ന ഒരു ഐറ്റം ആണ് നമ്മൾ ബാങ്കിൽ ഓവർ ഡ്രാഫ്റ്റ് എടുത്തിട്ടുണ്ട്. അതൊന്നാണ് നമ്മളെ സംബന്ധിച്ചൊരു ലയബിലിറ്റി ആണ്. ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലുള്ള ക്യാഷിനേക്കാൾ കൂടുതൽ ക്യാഷ് വിഡ്രോ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആർക്ക് സൗകര്യം കിട്ടണേ, ആ അക്കൗണ്ടിന്റെ ഓണർക്ക് സൗകര്യം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ ബാങ്ക് കൊടുക്കുന്ന ആ ഫെസിലിറ്റിയാണ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയാം. പക്ഷെ ഈ ഒരു പൈസ നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടി വരും. ഇത്തരത്തിൽ ബിസിനസ് തിരിച്ചു കൊടുക്കേണ്ട പൈസ അത് ലോങ് ടേം ആവാം ഷോർട്ട് ടേം ആയിരിക്കാം. ലോങ് ടേം ആവാം ഷോർട്ട് ടേം ആയിരിക്കാം. ഏതാണെന്ന് അതാണ് ഇതിന് ലയബിലിറ്റി വരുന്നത്. ഇൻകം എന്ന് പറഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്ന വരുമാനങ്ങളൊക്കെ സെയിൽസ് ഒക്കെ എന്ത് ചെയ്യാം നമ്മൾ ഇൻകം ആണ് അതിൽ വരും. ഇനി ക്യാപിറ്റൽ, ഒരു ബിസിനസ് തുടങ്ങുന്നതിന് വേണ്ടി കൊണ്ടുവരുന്ന പൈസ ആയിരിക്കാം. അത് ക്യാഷിന്റെ രൂപത്തിലായിരിക്കാം, മെഷീനറി ആയിരിക്കാം, ഏത് രീതിയിൽ കൊണ്ടുവന്നാലും അത് എടുക്കും. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം അഡീഷണൽ കൊണ്ടുവന്നാൽ അത് നമ്മുടെ ഈ ക്യാപിറ്റലിലോട്ട് വരും. പിന്നെ ലാസ്റ്റ് നമ്മുടെ എയുടെ കൂട്ടുകാരൻ എന്താണ് ഇ ആണ്. ഇക്ക് എന്താ പറയുന്നത് എക്സ്പെൻസ് ആണ്. നമുക്ക് ആ ബിസിനസ് റൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുണ്ടായിട്ടില്ല ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, ഇതെല്ലാം കൂടി കൂടുന്നതാണ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ കാര്യം നമ്മൾ മനസ്സിലാക്കും. ഇനിയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ആള് വരുന്നത് അല്ലെ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എയും ഇയും എന്താണ് ഒരു ടീമാണ്. അതുകൊണ്ട് തന്നെ ഇവരെന്താണ് ഒരു സ്ഥലത്തേക്ക് പോകാൻ തീരുമാനിച്ചു. അത് ഇൻക്രീസിങ് ആയിട്ടുള്ള ഒരു വഴിയാണെന്ന് വിചാരിക്കുക. അപ്പൊ ഇൻക്രീസിങ് ആണ് അല്ലെ, ഇൻക്രീസിങ് ആണ്. ഇൻക്രീസിങ് ആയി കഴിഞ്ഞാൽ ഇവരെ നമ്മൾ നേരെ കൊണ്ടുപോയിട്ട് എഴുതണം ഡെബിറ്റ് എന്ന് പറയുന്ന വണ്ടിയിൽ ഇട്ടണം. ഏതാണ് ഡെബിറ്റ് എന്ന് പറയുന്ന വണ്ടിയിൽ ഇടണം. അതായത് സിമ്പിൾ ഇത്രേ ഉള്ളൂ. അസറ്റും എക്സ്പെൻസും ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഡെബിറ്റ് ചെയ്യണം. ഇപ്പൊ അസറ്റ് കൂടി, നമ്മളൊരു പുതിയ അസറ്റ് വാങ്ങിയത് വിചാരിക്കാം. ഞാൻ എന്തായിരുന്നു ഒരു കാറ് പർച്ചേസ് ചെയ്തു ബിസിനസിന്റെ ആവശ്യത്തിന്. അപ്പൊ എന്താണ് എന്റെ അസറ്റ് കൂടി. അപ്പൊ എന്തായിരിക്കും അസറ്റിനെ ഞാൻ കൊണ്ടുപോയിട്ട് ഡെബിറ്റ് ചെയ്യും. ഇനി അസറ്റ് ഏതെങ്കിലും കുറയാണ് വിചാരിക്കാം. ചിലപ്പോൾ ക്യാഷ് എടുത്ത് കൊടുത്തിട്ടുണ്ടാവും അതിന് പകരമായിട്ടില്ലേ. അപ്പൊ ക്യാഷ് എന്ന് പറയുന്നത് എന്തായാലും ഒരു അസറ്റ് ആണ്. അത് കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും നമ്മൾ നേരത്തെ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ചെയ്യും. അതായത് ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അസറ്റ് എന്ത് ചെയ്യാണ് ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനെ ക്രെഡിറ്റ് ചെയ്യും. എന്താണ് അസറ്റ് ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ അതിനെ കൊണ്ടുപോയിട്ട് ക്രെഡിറ്റ് ചെയ്യും. അതാണ് ശരിക്കും ഇവിടെ. ഇതുള്ളൂ നമുക്ക് പഠിച്ച്. ഈ ഒരൊറ്റ റൂള് പഠിച്ചാൽ മതി കേട്ടോ. കുറെ റൂളൊന്നും പഠിക്കാന്ന് ഞാൻ പറയില്ല. കാരണം ലാസ്റ്റ് ടൈമാണ് എല്ലാം കൂടി. ഇപ്പൊ ആലീസ് തന്നെ എല്ലാ റൂളും കൂടി പഠിക്കാന്ന് കഴിയില്ല. അതിൽ അസറ്റിന്റെ എക്സ്പെൻസിന് ഈ ഒരൊറ്റ റൂള്, ഈ ഒരു സിംഗിൾ റൂള് പഠിച്ചു വെക്കാം. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് റോഡ് കൂടിയാണ് ആര് പോണത് LIC പോകുന്നത് മനസ്സിലാക്കി വെക്കാം അല്ലെ. LIC നേരെ ഓപ്പോസിറ്റ് റോഡിലൂടെ പോകുന്നത്. അവിടെ എങ്ങനെയാ പോകുന്നത് LIC കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞ വണ്ടി കയറും. അതായത് ക്രെഡിറ്റിന്റെ വണ്ടി കയറും. എങ്ങനെ പോവാ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ക്രെഡിറ്റിന്റെ വണ്ടി കയറും. അതുപോലെ തന്നെ ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഡെബിറ്റിന്റെ വണ്ടി കയറും. സിമ്പിളാ. ഈ DR CR എന്നൊക്കെ പറഞ്ഞാൽ ഡെബിറ്റിനെ ക്രെഡിറ്റിനെ ഒക്കെ സൂചിപ്പിക്കുന്നതാണ് DR ഉം CR ഒക്കെ കേട്ടോ. അപ്പോ നമ്മൾ ഓർത്ത് വെക്കുക ലയബിലിറ്റി ഇൻകം ക്യാപിറ്റൽ എന്താണ് ഇതിന്റെ റൂൾ എന്ന് പറഞ്ഞത് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ക്രെഡിറ്റ് ചെയ്യണം. അതായത് നേരെ ഇതിന്റെ ഓപ്പോസിറ്റ് ഇൻക്രീസ് ചെയ്ത ഡെബിറ്റിന് വരാം ഇവിടെ ക്രെഡിറ്റ് ചെയ്യണം. ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഡെബിറ്റ് ചെയ്യണം. ഇതാണെന്ന് പറയുന്നത് നമ്മളുടെ റൂളുകൾ. ഈ റൂളിന്റെ ബേസിൽ നമുക്ക് എന്ത് കാര്യം നമുക്ക് ചെയ്യാം. ഇതാണ് നമ്മൾ ഏത് കാര്യം ചെയ്യാം. ഫോർ ആൻ എക്സാമ്പിൾ ഇപ്പൊ എന്താണ് ബിസിനസ് സ്റ്റാർട്ടഡ് വിത്ത് ക്യാഷ്. ആദ്യം നമ്മൾ എന്താ ചെയ്യുക അക്കൗണ്ടിങ്ങിൽ ജേണലൈസ് ചെയ്യുന്ന സമയത്ത് ജേണലിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് അറിയോ. നമ്മൾ അതിലുള്ള 2 അക്കൗണ്ട്സുകളെ നമ്മൾ ഫൈൻഡ് ചെയ്യും. നമ്മുടെ ആലീസിന് ഇവിടെ എഴുതി വെച്ചു ALICE. തുടക്കത്തിൽ നമ്മൾ ജസ്റ്റ് മനസ്സിലാക്കും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് എക്സാമിന്റെ ടൈമിൽ ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് എഴുതി വെച്ചാൽ നമുക്ക് ജേണൽ എൻട്രി സിമ്പിൾ എഴുതാം. ബിസിനസ് സ്റ്റാർട്ടഡ് വിത്ത് ക്യാഷ്. ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ക്യാഷ് ചെയ്തു കൊണ്ടുവന്നു. അതായത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടി ക്യാഷ് കൊണ്ടുവന്നത് ക്യാപിറ്റൽ ആണ്. അപ്പോൾ ഏതാണ് ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് ആണ്. അപ്പൊ ഇതിന്റെ ജേണൽ എൻട്രി എഴുതാണെന്ന് നമുക്ക് സിമ്പിളാ. ബിസിനസ് സ്റ്റാർട്ടഡ് വിത്ത് ക്യാഷ്. ക്യാഷ് ഇവിടെ എന്താണ് അതുവരെ ക്യാപിറ്റൽ ഒന്നും ഉണ്ടായില്ല, ക്യാപിറ്റൽ കൂടി, ക്യാഷ് എന്ത് ചെയ്തു കൂടി. അപ്പൊ അതിന്റെ ജേണൽ എൻട്രി എഴുതി കഴിഞ്ഞാൽ അസറ്റ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെബിറ്റ് ചെയ്യണം. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ. എങ്ങനെയാണ് ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ. ഇനി ക്യാപിറ്റൽ കൂടി കഴിഞ്ഞാൽ ക്രെഡിറ്റ് ചെയ്യണം. ഇവിടെ നേരെ അപ്പുറത്ത് നോക്കിയാൽ ക്യാപിറ്റൽ കൂടി കഴിഞ്ഞാൽ ക്യാപിറ്റൽ എന്ത് ചെയ്യാം ഇൻക്രീസ് ചെയ്താൽ ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യാം ടു ക്യാപിറ്റൽ. ഇത്രേ ഉള്ളൂ. ഇത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം അതെ ഉഷ പറഞ്ഞ പോലെ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ എന്ന് എഴുതാം. ഇനി വേറൊരു കാര്യം സാലറി പെയ്ഡ് ₹1000. ഇവിടെ നമ്മളോട് ഒന്നും പറഞ്ഞിട്ടില്ല. സാലറി പെയ്ഡ് 1000 എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ എന്തായിരിക്കും നമ്മൾ നോക്കാം. ആദ്യം ഏത് അക്കൗണ്ട് എന്നുള്ളത് നമ്മൾ കാണും. സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒരു ബിസിനസിനെ സംബന്ധിച്ച് അതിന്റെ ക്യാഷ് കുറയ്ക്കുന്ന ഒരു കാര്യമാണ്. ദാറ്റ് ഈസ് ഒരു എക്സ്പെൻസ് ആണ്, ചെലവാണ് നമുക്ക് മനസ്സിലാക്കാം. എക്സ്പെൻസ് ആണ്.
സാലറി പെയ്ഡ് ₹1000 എന്നാണ്. ഇവിടെ ബാങ്ക് ആണെന്ന് പറഞ്ഞത്. അപ്പൊ നമ്മൾ ഇവിടെ അസ്യൂം ചെയ്യുന്ന ഒരു കാര്യമാണ് ക്യാഷിന്റെ രൂപത്തിലായിരിക്കും എന്ത് ചെയ്യുന്നത്, അത് കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ്? ക്യാഷിന്റെ രൂപം. അപ്പൊ ക്യാഷ് എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് അസറ്റ് ആണ്. അപ്പോ ഇവിടെ ക്യാഷ് കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഗീവിങ് ആസ്പെക്ട്സ് ആണ്. അപ്പോ ഇവിടെ നമുക്ക് എന്തായിരിക്കും? ഗീവിങ് ആസ്പെക്ട്സ് വന്നു കഴിഞ്ഞു അല്ലെ. അതായത് നമ്മുടെ ക്യാഷ് കുറയാണ്. എന്താണ്? ഇത് ഡിക്രീസ് ആണ്. എക്സ്പെൻസ് ഇൻക്രീസ് ആണ്. രണ്ടുപേരും എന്താണ്? ഒരു ടീമാണ്. പക്ഷെ രണ്ടുപേർക്ക് രണ്ട് വഴി കൂടിയാണ് ഇപ്പൊ എന്ത് ചെയ്യേണ്ടത്? പോകേണ്ടത്. അപ്പൊ നമ്മളുടെ ജേണൽ എൻട്രി എങ്ങനെയായിരിക്കും? സാലറി അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് എന്നായിരിക്കും. സാലറി അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് എന്നായിരിക്കും. സിമ്പിളാ. അപ്പൊ നമുക്ക് ഈ ഒരു റൂൾ വെച്ചിട്ട് നമുക്ക് ഏത് ജേണൽ എൻട്രി വേണമെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് എഴുതാൻ സാധിക്കും. ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യില്ല, അത് നമ്മളുടെ ബുദ്ധിമുട്ടിക്കില്ല. നമുക്ക് ഏതൊരു ട്രാൻസാക്ഷൻസ് നമുക്ക് എന്ത് ചെയ്യാം, ഇത് വെച്ചിട്ട് എഴുതാം എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിൽ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം അക്കൗണ്ടിൽ ഏതൊക്കെ അക്കൗണ്ടുകളാണ് ഉള്ളത് നമ്മൾ നോക്കും. നമ്മൾ എന്ത് ചെയ്തത്? ജേണലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ജേണൽ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം അക്കൗണ്ടുകൾ ഏതൊക്കെയാണുള്ളത് നോക്കി അവിടെ നമ്മൾ റൂള് അപ്ലൈ ചെയ്തു. ഇത്തരത്തിൽ നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മുടെ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി, പ്രൈം എൻട്രി എന്നൊക്കെ പറയുന്ന ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി അല്ലെങ്കിൽ പ്രൈം എൻട്രി എന്നൊക്കെ പറയുന്ന ജേണലിൽ നമ്മളൊരു ട്രാൻസാക്ഷൻ എന്ത് ചെയ്യാൻ റെക്കോർഡ് ചെയ്തിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ജേണൽ എൻട്രി എന്ന് പറയുന്നത്. എന്താണ്? നമ്മുടെ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി അല്ലെങ്കിൽ നമ്മുടെ പ്രൈം എൻട്രി എന്നൊക്കെ പറയുന്ന ജേണലിലോട്ട് നമ്മൾ ഇത്തരത്തിൽ ഏതൊക്കെ അക്കൗണ്ടുകളാണെന്ന് നോക്കി അവിടെ റൂൾ അപ്ലൈ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുക? റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ജേണൽ എൻട്രി എന്ന് പറയുന്നത്. എന്താണ്? ജേണൽ എൻട്രി എന്ന് നമ്മൾ പറയും. അപ്പോ ഈ ജേണൽ എൻട്രിയിലോട്ട് അല്ലെങ്കിൽ ജേണലിലോട്ട് ഈ ഒരു എൻട്രി നമ്മൾ എഴുതുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത ആ ഒരു കാര്യത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ജേണലൈസിങ്. എന്താണ്? ജേണലൈസിങ്. അപ്പോ ഇത് ഓർത്ത് വെക്കണം. ഇതുവരെ ട്രാൻസാക്ഷൻ ആയിരുന്ന, ഇത്രയും നേരം അവൻ ആരായിരുന്നു? വെറും ട്രാൻസാക്ഷൻ ആയിരുന്നു. ജേണലിലോട്ട് എത്തിയപ്പോഴേക്കും അവൻ എന്തായി? ജേണൽ എൻട്രി ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോ അവന് പവർ കൂടിയിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം. ജേണൽ എൻട്രി ആയി. അപ്പോ ഇത്തരത്തിൽ ജേണലിലോട്ട് നമ്മൾ ആ ഒരു ട്രാൻസാക്ഷൻ ആദ്യമായി എഴുതിയതിന് ജേണലൈസിങ് എന്ന് പറയും. ഓക്കെ. ഇനി നിങ്ങൾക്ക് ഏത് കാര്യത്തിന്റെ ജേണൽ എഴുതാൻ കഴിയുമോ? നിങ്ങൾ പറയൂ. ഏതെങ്കിലും ഒരു കാര്യത്തിന്റെ ജേണൽ പറയും. ഞാനൊരു ചോദ്യം ചോദിക്കാം. അല്ല, ഞാനൊരു കാര്യം പറയാം. സെയിൽസ് ₹5,000 നമുക്ക് അത്ര തന്നിട്ടുള്ളൂ. ആ ഒരു ട്രാൻസാക്ഷൻ സെയിൽസ് ₹5,000 നമുക്ക് തന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് ട്രാൻസാക്ഷൻ വരുന്നത്. ഏതൊക്കെ അക്കൗണ്ടുകളാണ് അവിടെ വരുന്നത്, അല്ലെങ്കിൽ അതിന്റെ ജേണൽ എൻട്രി ഏതാണ്? ഏതെങ്കിലും ഒന്ന് പെട്ടെന്ന് ടൈപ്പ് ചെയ്യും. നിങ്ങൾക്ക് എന്താണ്? സെയിൽസ് ₹5,000. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എന്തായിരിക്കാം വരുന്നത്? നിങ്ങൾക്ക് മനസ്സിലായോ നോക്കണ്ടേ? സെയിൽസ് ₹5,000. ഇത് മാത്രമേ ഒറ്റ സെന്റൻസേ തന്നിട്ടുള്ളൂ. ഇതിന്റെ ജേണൽ എൻട്രി എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ എഴുതും? ആരെങ്കിലും ഒരാൾ? എല്ലാരും പറയും. ഒരാളാക്കണ്ട, എല്ലാവരും പെട്ടെന്ന് പറയും. എല്ലാവരും പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ അത് എന്ത് ചെയ്യാം, മനസ്സിലാക്കാൻ സാധിക്കും. പെട്ടെന്നാവട്ടെ. എല്ലാവരും പറയാം. എന്തായിരിക്കും? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ്. മിൻഹ പറഞ്ഞു, ഉഷ പറഞ്ഞു ക്യാഷ്. തെറ്റിയ, അത് ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ് തോന്നുന്നു. ക്യാഷ് അക്കൗണ്ട് എന്താണ്? പറയൂ. ഒന്ന് ക്യാഷ്. സെയിൽസ് എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് എന്താണ്? ഇൻകം ആണ് അല്ലെ, വരുമാനമാണ്. ഒരു ബിസിനസ്സിന് വരുമാനം ഉണ്ടാകുന്നത് എന്തായിരിക്കും? സെയിൽ ചെയ്യുമ്പോഴാണ് അല്ലെ, ഇൻകം. ഇവിടെ പ്രത്യേകിച്ച് ബാങ്കിലോട്ടൊന്നും പറഞ്ഞില്ല. അപ്പൊ നമുക്കറിയാം അവിടെ ക്യാഷ് ആണ്, അതായത് അസറ്റ് ആണെന്നുള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഒറ്റയടിക്ക് സിമ്പിൾ ആണ്. അസറ്റ് കൂടി, ഇൻകം കൂടി. ഇൻകത്തിന് എന്താണ്? ഇയാളെ ഓപ്പോസിറ്റ് ടീമാണ് അല്ലെ, അതുകൊണ്ട് അസറ്റ് കൂടുമ്പോ ഡെബിറ്റ്, ഇൻകം കൂടുമ്പോ ക്രെഡിറ്റ്. അപ്പൊ നമുക്ക് സിമ്പിൾ ആ ജേണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ്. ഓക്കെ. അപ്പൊ നിങ്ങൾ ഇനി പറയൂ, നിങ്ങൾക്ക് ഈ ആലീസ് റൂൾ വെച്ചിട്ട് ജേണൽ എൻട്രി ഏത് ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ സാധിക്കില്ലേ? ഇത് നമ്മൾ ആകെ ചെയ്യേണ്ടത് അസറ്റ് പറഞ്ഞാൽ ഏതൊക്കെ ഐറ്റംസ് വരുന്നുണ്ട് മനസ്സിലാക്കുക, ലയബിലിറ്റിയുടെ മീനിങ് മനസ്സിലാക്കുക. ഇൻകം എന്ന് പറഞ്ഞാൽ വരുമാനമാണ്. അതിലെന്താണ്? ചിലപ്പോൾ നമുക്ക് എന്ത് വരുന്നതായിരിക്കും? ഇൻകം എന്ന് പറഞ്ഞാൽ വരുമാനം എന്ന് പറയുന്ന സമയത്ത് നമുക്ക് അതിൽ എന്തൊക്കെ ഉൾപ്പെടും? ഇൻകം, വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സെയിൽസിൽ നിന്ന് കിട്ടുന്ന ഇൻകംസ് നമുക്ക് അതിൽ ഉൾപ്പെടുത്താൻ സാധിക്കും. അല്ലാത്ത പക്ഷം നമുക്ക് വേറെ എന്തൊക്കെ ഇൻകംസ് ആയിരിക്കേണ്ടേക്കാം? സെയിൽസ് ആയിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഡിവിഡൻഡ് ആയിരിക്കാം, നമുക്ക് കമ്മീഷൻ കിട്ടിയായിരിക്കാം, ഡിസ്കൗണ്ട് കിട്ടി. ഇതൊക്കെ നമ്മുടെ ഇൻകംസ് ആണ്. ഇൻകംസ് ആണ്. ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവും? അതിൽ വലിയ ഡൗട്ടോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ക്യാപിറ്റൽ നമുക്ക് എന്തുണ്ടാവില്ല? ഡൗട്ടോ കാര്യങ്ങളോ നമുക്ക് വരില്ല. ഓക്കെ. അപ്പൊ ക്യാപിറ്റൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാണ്? സിമ്പിൾ ആയിട്ടുള്ള കേസ് ആണ്. ഓക്കെ. അപ്പോ ക്യാപിറ്റൽ മനസ്സിലായല്ലോ. നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ഏതാണ്? നമുക്ക് നെക്സ്റ്റ് ഐറ്റം വരുന്നത് ഏതായിരുന്നു? ലാസ്റ്റ് എക്സ്പെൻസ്. എക്സ്പെൻസുകൾ എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് തരത്തിലുള്ള എക്സ്പെൻസുകൾ ഉണ്ട്. അതായത് നമുക്ക് സാലറി കൊടുക്കാം, ഡയറക്റ്റ് എക്സ്പെൻസ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന മെയിൻലി പറയാം. ഡയറക്റ്റ് എക്സ്പെൻസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓപ്പറേഷൻ നമ്മുടെ മെയിൻ ബിസിനസ് ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഉണ്ടാവുന്ന എക്സ്പെൻസുകളാണ് എന്തെന്ന് പറയുന്നത്? ഡയറക്റ്റ് എക്സ്പെൻസുകൾ എന്ന് പറയുന്നില്ല. എന്താണ്? അതിനാണ് നമ്മൾ എന്ത് ചെയ്യുക? ഡയറക്റ്റ് എക്സ്പെൻസുകൾ എന്ന് പറയാം.
ഈ ഡയറക്റ്റ് എക്സ്പെൻസ് എന്താണ്? നമ്മളെ സംബന്ധിച്ച് എന്താണെന്ന് പറയാ, നമുക്ക് ആദ്യം നമ്മളുടെ കയ്യിൽ നിന്ന് പോകുന്നതായിരിക്കും. ഇപ്പൊ വേജസ് നമ്മൾ എന്ത് ചെയ്യാം, ഫാക്ടറി റെന്റ് കൊടുത്തു, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, വേജസ് ഫാക്ടറിയുടെ റെന്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്ടോറിയോ കാര്യങ്ങളാവാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം ക്യാരിയേജ്, നമ്മുടെ ബിസിനസ്സിലോട്ട് എന്ത് ചെയ്യാം സാധനങ്ങൾ കൊണ്ടുപോകുന്ന സമയത്ത് നമ്മൾ ക്യാരിയേജ് ചാർജ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ എന്താന്ന് പറയുന്നത് നമ്മളുടെ എന്താണെന്ന് തന്നെ ഡയറക്റ്റ് എക്സ്പെൻസുകൾ എന്ന് പറഞ്ഞത്. ഇത് കൂടാതെ പറഞ്ഞു വരുന്നുണ്ട്. അത് കൂടാതെ നമുക്ക് മിനിഹ പറഞ്ഞ പോലെ ഒരു ഐറ്റം കൂടി ഉണ്ട്, ദാറ്റ് ഈസ് പർച്ചേസ്. നമ്മളെ സംബന്ധിച്ച് ഏതൊരു പ്രൊഡക്ഷൻ ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും വലിയ എക്സ്പെൻസ് എന്ന് പറയുന്നത് എന്താണ്? ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ടുള്ളത് പർച്ചേസ് ആണ്. നമ്മൾ പർച്ചേസ് ചെയ്ത സാധനത്തിനെ ഒരു ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കിയിട്ട് നമ്മൾ വിൽക്കുകയാണ് ചെയ്യുന്നത്. സോ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയ എക്സ്പെൻസ് എന്ന് പറയുന്നത് എന്താണ്? പർച്ചേസ് ആണ് അല്ലേ? അപ്പൊ ഈ പർച്ചേസ് എന്ന് പറയുന്നത് എന്താണ്? എക്സ്പെൻസ് ആണ്. അത് നമ്മളൊരു ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. ഇനി ഇൻഡയറക്റ്റ് എക്സ്പെൻസിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ആണ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. നമുക്ക് ഏറ്റവും കൂടുതൽ എക്സ്പെൻസിന്റെ ടൈപ്പ് പറയാനുള്ളത്, പക്ഷേ എമൗണ്ട് ചെറുതായിട്ട് വരുന്ന എവിടെയാണ്? ഈ ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. റെന്റ്, ഇലക്ട്രിസിറ്റി ചാർജസ്, നമ്മുടെ എന്താണ് അവിടുത്തെ ഇലക്ട്രിസിറ്റി അല്ല നമ്മുടെ ഇവിടെ വരുന്നത് ഓഫീസിന്റെ ഇലക്ട്രിസിറ്റി, അല്ലെങ്കിൽ ഓഫീസ് സ്റ്റാഫിന്റെ സാലറി. ഇപ്പൊ വേജസും സാലറി ഉണ്ടായിരിക്കും. അപ്പോൾ ഓഫീസ് സ്റ്റാഫിന്റെ സാലറി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എവിടെ എഴുതേണ്ടത്? സ്റ്റേഷനറി, കമ്മീഷൻ പെയ്ഡ്, ഡിസ്കൗണ്ട് അലൗഡ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആക്കി ട്രീറ്റ്. അപ്പൊ ഇത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മൾ കാര്യങ്ങളൊക്കെ നോക്കി കാണേണ്ടത് കേട്ടോ. അപ്പൊ ഈ ഒരു റൂൾ വെച്ചിട്ട് നിങ്ങൾക്ക് ഇനി പറയൂ, നിങ്ങൾക്ക് ഏത് ജേണൽ എൻട്രി ചോദിച്ചാലും എഴുതാൻ പറ്റും. എന്തായാലും ഒരു 5 or 6 ജേണൽ എൻട്രി തന്നിട്ട് അതിനെ ജേണലൈസ് ചെയ്യാൻ നമ്മളോട് ചോദിക്കും. കാരണം നമുക്ക് ഫസ്റ്റത്തെ പ്രോബ്ലം പാർട്ട് ഇവിടെയാ വരുന്നത്, അതുകൊണ്ട് ചോദിക്കും. പറയൂ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? ബാഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ഒരു എക്സ്പെൻസ് ആണ്. ബാഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി നമുക്ക് ഡെപ്റ്റേഴ്സ് ഉണ്ടായിരിക്കും. ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം, ഡെപ്റ്റേഴ്സും ക്രെഡിറ്റേഴ്സും, ഡെപ്റ്റേഴ്സ് വേഴ്സസ് ക്രെഡിറ്റേഴ്സ്, നമ്മൾ എപ്പോഴും നോക്കേണ്ട ഒരു കാര്യമാണ്. ആരാണ് ഡെപ്റ്റേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞത്? ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ? ബിസിനസ്സിന് ഇങ്ങോട്ട് ക്യാഷ് തരാനുള്ളവരാണ് ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ അക്കൗണ്ടിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ആരുടെ സൈഡിൽ നിൽക്കണം? ആരുടെ സൈഡിലാണ് നമ്മൾ നിൽക്കേണ്ടത്? നമ്മൾ എപ്പോഴും ബിസിനസിന്റെ സൈഡിൽ എന്ത് ചെയ്യണം? നമ്മൾ നിൽക്കണം. ആരുടെ സൈഡിൽ നിൽക്കണം? ബിസിനസിന്റെ സൈഡിൽ നമ്മൾ എപ്പോഴും നിൽക്കണം. ഓക്കെ, ബിസിനസിന്റെ സൈഡിൽ നിന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നോക്കി കാണാം. അപ്പൊ ബിസിനസ്സിന് ക്യാഷ് തരാനുള്ളവരുടെ തരാനുള്ളവരെയാണ് നമ്മൾ എന്തെന്ന് പറയാം? ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞത്. ബിസിനസ് ക്യാഷ് കൊടുക്കാനുള്ളവരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കൊടുക്കാനുള്ളവരെ നമ്മൾ ക്രെഡിറ്റേഴ്സ് എന്നും പറയും. അതായത് ബിസിനസ്സിന് ക്യാഷ് തരാനുള്ളവരെ നമ്മൾ ഡെപ്റ്റേഴ്സ് എന്നും ബിസിനസ് ക്യാഷ് കൊടുക്കാനുള്ളവരെ ക്രെഡിറ്റേഴ്സ് എന്നും പറയും അല്ലെ? അതായത് ബിസിനസ് അങ്ങോട്ടാണ് ക്യാഷ് കൊടുക്കുക. ഇത് നമ്മളെ സംബന്ധിച്ച് ലയബിലിറ്റി ആണ്, ഇത് നമ്മളെ സംബന്ധിച്ച് അസറ്റ് ആണ്. മനസ്സിലാക്കി വെക്കാം. ഇത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. അസറ്റും ലയബിലിറ്റിയും ഒക്കെ എന്ത് ചെയ്യാം? കൃത്യമായിട്ട് മനസ്സിലാക്കാം കേട്ടോ. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? അപ്പൊ നിങ്ങൾക്ക് ഇനി ജേണൽ എൻട്രീസ് എഴുതാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ, കൃത്യമായിട്ട് ചെയ്തൂടെ? അനിതേ ഹായ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ജേണലൈസിങ് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജേണലൈസിങ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ അക്കൗണ്ടിങ്ങിലെ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. അതിനെ നമ്മൾ എങ്ങോട്ട് മാറ്റണം? ക്ലാസിഫൈ ചെയ്യണം. ലെഡ്ജർ അക്കൗണ്ടുകളാക്കി നമ്മൾ ക്ലാസിഫൈ ചെയ്യണം. ഇവിടെ നമ്മളുടെ ആലീസിനെയാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കാം, അസറ്റിന് ഡെബിറ്റ് ബാലൻസ് ആണ്. കൂടുമ്പോൾ ഡെബിറ്റ് ചെയ്യുന്നതുകൊണ്ട് ഇതിനൊക്കെ ഡെബിറ്റ് ബാലൻസ്, എക്സ്പെൻസും ഡെബിറ്റ് ബാലൻസ് ആണ്. ലയബിലിറ്റി, ഇൻകം, ക്യാപിറ്റൽ കൂടുന്ന സമയത്ത് നമ്മൾ എന്താണോ ചെയ്യുന്നത് അതാണ് അതിന്റെ ബാലൻസ്. അപ്പൊ ഇതുകൊണ്ട് ക്രെഡിറ്റ് ബാലൻസ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്തരത്തിൽ ലെഡ്ജർ അക്കൗണ്ടുകൾ വരയ്ക്കും. ലെഡ്ജർ അക്കൗണ്ടുകൾ വരയ്ക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിന് അക്കൗണ്ടുകളാണ്. അക്കൗണ്ടിന് എന്തുണ്ടായിരിക്കും? ഒരു ക്രെഡിറ്റ് സൈഡ് ഉണ്ടായിരിക്കും, ഒരു ഡെബിറ്റ് സൈഡ് ഉണ്ടായിരിക്കും. എന്തുണ്ടായിരിക്കും? ഞാൻ ഇപ്പോൾ സ്ക്രീനിൽ വരച്ച പോലെ 2 സൈഡ് ഉണ്ടായിരിക്കും. ഡെബിറ്റ് സൈഡ് ഉണ്ടായിരിക്കും, ഒരു ക്രെഡിറ്റ് സൈഡ് ഉണ്ടാവും. 2 സൈഡിനെ നമുക്ക് ഈക്വൽ ആയിട്ട് വിഭജിക്കാം. ഇതാണ് ഒരു ടി ഫോർമാറ്റ് ആണ് എന്തെന്ന് പറയുന്നത്. നമ്മുടെ അക്കൗണ്ടുകൾ എന്ന് പറയുന്നത് എന്താണ്? ഒരു ടി ഫോർമാറ്റ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ അക്കൗണ്ടിനെ കൃത്യമായിട്ട് പറഞ്ഞാൽ ഡേറ്റ് ഉണ്ടായിരിക്കും, ഒരു പർട്ടിക്കുലേഴ്സ് കോളം ഉണ്ടായിരിക്കും, ഒരു ജേണൽ ഫോളിയോ കോളം ഉണ്ടായിരിക്കും. ജേണലിലെ ഈ ജേണൽ ഫോളിയോ അഥവാ JF എന്നാണ് നമ്മൾ എഴുതുക. JF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജേണലിൽ ഇത് ഏത് പേജ് നമ്പറിലാണ് ഉള്ളതെന്ന് കണക്കാക്കാനാണ് ജേണൽ ഫോളിയോ എഴുതുന്നത്. അതേപോലെ തന്നെ ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ജേണൽ ഫോളിയോ, എമൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. നമുക്ക് ഇവിടെയും ഇപ്പുറത്തെ എവിടെയാണ് വരുന്നത്? നമ്മുടെ ക്രെഡിറ്റ് സൈഡിൽ നമുക്ക് ഉണ്ടായിരിക്കും.
രണ്ട് സൈഡിൽ ഇത്തരത്തിൽ എന്തെങ്കിലും അക്കൗണ്ട്സുകൾ ഉണ്ടായിരിക്കും. എന്തൊക്കെയാണ് പേര് എന്തൊക്കെയാണ്? ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ജേണൽ ഫോളിയോ, എമൗണ്ട്. ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ജേണൽ ഫോളിയോ, എമൗണ്ട്. ജേണൽ ഫോളിയോ മുകളിലല്ല കേട്ടോ, ഇവിടെയാണ്. ഞാൻ ഇവിടെ എഴുതിയോണ്ട് താഴത്ത് എഴുതിയില്ല എന്നുള്ളൂ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ലെഡ്ജർ ആണ്. ഇപ്പൊ ക്യാഷ് ആണെന്നുണ്ടെങ്കിൽ ക്യാഷ് ബുക്ക് എന്ന് എഴുതും. ക്യാഷ് നമുക്കൊരു ലെഡ്ജർ ആക്കി പറയാം. ക്യാഷ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്തരത്തിൽ. ഇതാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് നമ്മൾ ചെയ്യുന്ന മെയിൻ കാര്യം എന്ന് പറയുന്നത് ലെഡ്ജർ ആണ്. ഇപ്പോ നമുക്ക് ലെഡ്ജറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഒരു അസറ്റിന്റെ ലെഡ്ജർ ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. മെഷീനറി എന്ന് പറയുന്ന കാര്യത്തിന്റെ ലെഡ്ജർ ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് വിചാരിക്കാം. മെഷീനറിയുടെ ലെഡ്ജർ, ദാറ്റ് ഈസ് മെഷീനറി. മെഷീനറി ലെഡ്ജർ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, മെഷീനറി എന്ന് പറയുന്നത് ഒരു അസറ്റ് ആണ്. അപ്പൊ നമ്മൾ നോക്കാം ഏത് ഭാഗത്താണ് അതിന്റെ ബാലൻസ് എഴുതേണ്ടത് എന്നുള്ളതാണ്. അതായത് മെഷീനറി കൂടുന്ന സമയത്ത് ഏത് സൈഡിൽ എഴുതണം, കുറയുന്ന സമയത്ത് ഏത് സൈഡിൽ എഴുതണം എന്നുള്ളതാണ്. കൂടാൻ വേണ്ടിയിട്ട് ആവുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ പറയുക, പർച്ചേസ് മെഷീനറി വരുന്ന സമയത്ത് മെഷീനറി അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്, ഇതായിരിക്കുമല്ലോ ജേണൽ എൻട്രി. മെഷീനറി അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് എന്ന് പറയുന്നതായിരിക്കും നമ്മളുടെ ജേണൽ എൻട്രി വരുന്നത്. അപ്പൊ മെഷീനറി അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് എവിടെ റെക്കോർഡ് ചെയ്യാം? നേരെ കൊണ്ടുവന്ന് മെഷീനറി അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ, ഡെബിറ്റ് ആണ് ഇവിടെ വരുന്നത്. അപ്പൊ ഡെബിറ്റ് സൈഡ്, കാരണം ഡെബിറ്റ് ബാലൻസ് കൂടുമ്പോൾ ഡെബിറ്റ്, കുറയുമ്പോൾ ക്രെഡിറ്റ് ആ. ഡെബിറ്റ് സൈഡ് നമ്മൾ എന്ത് ചെയ്യും? ടു ക്യാഷ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ റെക്കോർഡ് ചെയ്യും. എത്രയാണോ ഈ എമൗണ്ട് അത് ഇവിടെ എഴുതും. ഇനി നമ്മൾ പറയാണ് സെയിൽ ഓഫ് മെഷീനറി ആണ്, സെയിലാണ്. നമുക്ക് എന്ത് ചെയ്യും? കുറഞ്ഞ. അപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത് എന്തായിരിക്കും? ഇപ്പൊ മെഷീനറി ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു മെഷീനറി എന്നുള്ളത് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? നേരെ കൊണ്ടുവന്നിട്ട് ഇവിടെ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? മെഷീനറി നമ്മൾ എന്ത് ചെയ്യും? ടു ഇതിന് പകരം ബൈ ചേർത്തിട്ട് ബൈ ക്യാഷ് എന്ന് പറഞ്ഞെഴുതും. എത്രയാണോ ആ എമൗണ്ട് ഇവിടെ എഴുതും. ഇതാണ് നമ്മൾ എന്ത് ചെയ്യുക? മെഷീനറിയുടെ ഒക്കെ ചെയ്യാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ലാസ്റ്റ് വന്നിട്ട് അതിന്റെ ബാലൻസിങ് ഫിഗർ എത്രയാണ്, ബാലൻസ് ക്യാരി ഡൗൺ ചെയ്യുന്ന ഫിഗർ എത്രയാണ് നോക്കും. ബാലൻസ് ക്യാരി ഡൗൺ ഇവിടെ ചിലപ്പോൾ 10 ലക്ഷം ഉണ്ടായിരിക്കും. ഇവിടെ നമ്മൾ ഒരു 5 ലക്ഷത്തിന്റെ നമ്മൾ വിറ്റിട്ടുണ്ടായിരിക്കും. ബാക്കി ഒരു 5 ലക്ഷം ഇവിടെ നമ്മൾ ക്യാരി ഡൗൺ ചെയ്തെഴുതും. ഇതായിരിക്കും നമ്മൾ ബാലൻസ് ഷീറ്റിലോട്ട് എടുക്കുന്ന എമൗണ്ട്. ഇത്തരത്തിൽ ഓരോന്നിന്റെ ലെഡ്ജർ അക്കൗണ്ടുകൾ നമ്മൾ പ്രിപ്പയർ ചെയ്യും. അപ്പോൾ ക്യാഷിന്റെ, അതെ അസറ്റിന്റെയും എക്സ്പെൻസും ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ രീതിയിലാണ് ചെയ്യാം. ഇനി ലയബിലിറ്റി, ഇൻകം, ക്യാപിറ്റൽ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ലയബിലിറ്റി ഒരു ക്രെഡിറ്റേഴ്സ് ഉണ്ടായി 500 രൂപയുടെ ക്രെഡിറ്റേഴ്സ് വന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും? പർച്ചേസിൽ ഗുഡ്സ് ₹1000 ഫ്രം മിൻഹ. എന്തായിരിക്കാം ഇതിന്റെ ജേണൽ എൻട്രി എന്ന് പറയുന്നത്? പർച്ചേസ്ഡ് ഗുഡ്സ് ₹1000 ഫ്രം മിൻഹ. എന്താണ് ജേണൽ എൻട്രി വരിക? ഒന്ന് പറയൂ. എന്തായിരിക്കാം ഇതിന്റെ ജേണൽ എൻട്രി വരിക? എല്ലാവരും ഒന്ന് പറയും. എന്താണ് നമ്മളുടെ ജേണൽ എൻട്രി വരിക? ആരെങ്കിലും ഒരാൾ പറയും എന്തായിരിക്കും നമ്മളുടെ ഇതിന്? എല്ലാവർക്കും ഹായ്, വെൽക്കം ടു അവർ ലൈവ് ക്ലാസ്. എന്തായിരിക്കും ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ജേണൽ എൻട്രി വരിക? യെസ്, പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു മിൻഹ. എന്തായിരിക്കും? പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു മിൻഹ എന്നുള്ളതായിരിക്കും. പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു മിൻഹ. ഫഹിമിത പറഞ്ഞത് കറക്റ്റാ. ഉഷ പറഞ്ഞതും പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു മിൻഹ. ഇതായിരിക്കും നമ്മളുടെ ജേണൽ എൻട്രി വരിക. അപ്പോൾ നമ്മൾ ഇവിടെ ഏത് അക്കൗണ്ട് വരയ്ക്കാൻ പോകുന്നത്? നമ്മളുടെ മിൻഹ എന്ന്. ഇവിടെ പർച്ചേസ് എന്ന് പറയുന്നത് എന്താണ്? മിൻഹ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ മനസ്സിലാക്കാം. മിൻഹ എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രെഡിറ്റർ ആണ്. പർച്ചേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സ്പെൻസ് ആണ്. മിൻഹയ്ക്ക് നമ്മൾ എന്ത് ചെയ്യണം? ക്യാഷ് അങ്ങോട്ട് കൊടുക്കാനുണ്ട് അല്ലേ? നമ്മളെ സംബന്ധിച്ചൊരു ബാധ്യതയാണ്, ലയബിലിറ്റി ആണ്. അപ്പോൾ ക്രെഡിറ്റർ മിൻഹയുടെ അക്കൗണ്ട് ഞാൻ പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മിൻഹാസ് അക്കൗണ്ട് അല്ലേ? മിൻഹാസ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ എഴുതി. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യും? വരയ്ക്കുക. നേരത്തെ അതേ വരച്ച പോലെ തന്നെ രണ്ടാക്കി. ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ജേണൽ ഫോളിയോ, എമൗണ്ട്. ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ജേണൽ ഫോളിയോ, എമൗണ്ട്. ഞാൻ നിങ്ങൾക്ക് ഒരു സീക്രട്ട് കാര്യം പറഞ്ഞുതരാം. ഈ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ പേപ്പറിൽ, അല്ലെങ്കിൽ ഈ പ്രോബ്ലം പേപ്പർ ഏതാണെങ്കിലും, ഇപ്പൊ പണ്ട് മാത്സ് പഠിപ്പിക്കുന്ന സമയത്താണെങ്കിൽ പോലും പറയുന്ന കാര്യമാണ്, സ്റ്റെപ്പിന് മാർക്ക് ഉണ്ട്. അതായത് മാത്സിന് സ്റ്റെപ്പിന് മാർക്ക് ഉണ്ട്. പക്ഷെ ഇവിടെ വരയ്ക്കും നമ്മൾ ചെയ്യുന്ന റെക്കോർഡിനും മാർക്ക് ഉണ്ട്. അതായത് ഫൈനൽ ആൻസർ, ഇപ്പോ 10 മാർക്കിന്റെ ഒരു എക്സാമിന് വന്നൊരു ക്വസ്റ്റ്യൻ ആണ് വിചാരിക്കാം. അതിന്റെ ഫൈനൽ ആൻസർ ഉണ്ടല്ലോ, രണ്ട് സൈഡ് അതായത് നെറ്റ് പ്രോഫിറ്റ് കറക്റ്റ് ആവണം,
അതുപോലെ തന്നെ എന്തായിരിക്കണം, നെറ്റ് പ്രോഫിറ്റിന് ശേഷം വരുന്ന അടുത്ത ഐറ്റം അല്ലേ, നെറ്റ് പ്രോഫിറ്റിന് ശേഷം വരുന്ന ഐറ്റം എന്ന് പറഞ്ഞാൽ ബാലൻസ് ഷീറ്റിന്റെ ടോട്ടലും കറക്റ്റ് ആക്കാം. ഇതിന് കറക്റ്റ് ആയ 1 മാർക്ക്, ഇത് കറക്റ്റ് ആയ 1 മാർക്ക്. അതായത് 2 മാർക്ക് നമുക്ക് അത് കറക്റ്റ് ആയി കിട്ടുള്ളൂ. ബാക്കി 8 മാർക്ക് എവിടുന്ന കിട്ടുന്നത്? അതിന്റെ പ്രോസസ്സിൽ അക്കൗണ്ടിങ്ങിന്റെ വരയ്ക്ക് അതുപോലെ നമ്മൾ എഴുതിയ റെക്കോർഡിംഗ് എൻട്രീസിനാണ്. സോ നമ്മളൊരു പ്രോബ്ലം കണ്ടു കഴിഞ്ഞാൽ അക്കൗണ്ടിങ് ഒരിക്കലും സ്കിപ്പ് ചെയ്ത് നമുക്ക് അറിയുന്ന രീതിയിൽ ചെയ്യണം. ജേണൽ വരക്കി വെച്ച് നമ്മളിങ്ങനെ എന്ത് ചെയ്തത്, ഇത്തരത്തിൽ ജേണൽ എൻട്രി എഴുതരുത്. എങ്ങനെ എഴുതുക? ഇപ്പോ നേരത്തെ എഴുതിയ പോലെ പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു മിൻഹ. ഇത് ഞാനിവിടെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എഴുതി, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ എഴുതി. ഇത് തെറ്റാ, ഇത് ഇങ്ങനെ അല്ല എഴുതേണ്ടത്. നമ്മൾ എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ജേണൽ വരയ്ക്കണം കേട്ടോ. എല്ലാവരും എന്ത് ചെയ്യുക? ജേണൽ വരയ്ക്കുക. ജേണൽ എങ്ങനെ വരയ്ക്കുക? ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ലെഡ്ജർ ഫോളിയോ, ഡെബിറ്റ് എമൗണ്ട്, ക്രെഡിറ്റ് എമൗണ്ട് വരയ്ക്കുക. എന്നിട്ട് ഇവിടെ അതേ രീതിയിൽ എഴുതാം. അതായത് പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു മിൻഹ എന്ന് എഴുതി, എമൗണ്ട്, ഡെബിറ്റ് എമൗണ്ട് ഇവിടെ, ക്രെഡിറ്റ് എമൗണ്ട് ഇവിടെ, നരേഷൻ ഇവിടെ, എന്നിട്ട് ഒറ്റ വര അരച്ച് ക്ലോസ് ചെയ്യാം. ഇതാണ് എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ജേണൽ എൻട്രി എഴുതേണ്ട ഫോർമാറ്റ്. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? നല്ല മാർക്ക് കിട്ടും. സോ ആൻസറിൽ ചെറിയ ചെറിയ മിസ്റ്റേക്ക് വന്നാലും അക്കൗണ്ടിങ് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതൊരു സീക്രട്ടാണ്. കുറെ പേർക്ക് അറിയാവുന്ന കുറെ അധികം പേർക്ക് അറിയില്ല. അതുകൊണ്ട് പ്രോബ്ലം നാട്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മറ്റേ എന്താണ് അണ്ണാങ്കട്ടന്റെ സ്വഭാവം കാണിക്കും, നേരെ തിരിഞ്ഞെടുക്കും, വല്ല തിയറി ഉണ്ടോ തപ്പിയെടുക്കും. ഈ പ്രോബ്ലം പേപ്പറിൽ തിയറി എഴുതാൻ നിന്ന് കഴിഞ്ഞാൽ തിയറി എന്ത് ചെയ്യും? വാല്യൂഷൻ ചെയ്യും. നമ്മളൊക്കെ വാല്യൂഷൻ ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ആ തിയറിക്ക് എന്ത് ചെയ്യും? നല്ല രീതിയിൽ നോക്കിയിട്ട് കറക്റ്റ് ആണെങ്കിലും മാർക്ക്. പ്രോബ്ലം ആവുന്ന സമയത്ത് നമ്മൾ അത്യാവശ്യമൊക്കെ കുറച്ച് കണ്ണടച്ച് അത് വിട്ടുകൊടുക്കുകയും ചെയ്യും. ദാറ്റ് ഈസ് ഞാൻ പറഞ്ഞു വന്നത്. നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങൾ നോക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ ഇത്തരത്തിൽ നമ്മൾ എന്ത് ചെയ്യും? ലെഡ്ജർ അക്കൗണ്ട് നമ്മൾ മിൻഹയുടെ ആണ് പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ എന്ത് ചെയ്യും? വരച്ചു. എവിടെയായിരുന്നു പറഞ്ഞു നിർത്തിയത് നമ്മള്? ഓക്കെ, ഇപ്പൊ മിൻഹയുടെ പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു മിൻഹ ആണ് ആ എമൗണ്ട് നമ്മൾ പറഞ്ഞു. നമ്മൾ എന്ത് ചെയ്യും? മിൻഹയുടെ അക്കൗണ്ട് വരയ്ക്കും. ഓക്കെ, നേരത്തെ പോലെ തന്നെ ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ജേണൽ ഫോളിയോ, എമൗണ്ട്. ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ജേണൽ ഫോളിയോ, എമൗണ്ട്. ഈ മിൻഹയുടെ അക്കൗണ്ടിലോട്ട് വന്നിരിക്കും. അപ്പൊ പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു മിൻഹ. അപ്പൊ മിൻഹയുടെ അക്കൗണ്ടിന്റെ ഇവിടെ ബൈ പർച്ചേസ് എന്ന് എഴുതിയിട്ട് ആ എമൗണ്ട് ഞാൻ എന്ത് ചെയ്യും? 5000 ഇവിടെ എഴുതും. ഇത്തരത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ അക്കൗണ്ടിൽ എൻട്രീസ് ചെയ്യാം. ഇപ്പൊ ഇതെന്താണ്? ഒരു ലയബിലിറ്റി ആണ് അല്ലെ? അതായത് ക്രെഡിറ്റ് ബാലൻസ് ഉള്ള ഒരു അക്കൗണ്ട് നമ്മൾ ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ, ഈ രീതിയിലായിരിക്കും ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. അപ്പൊ നമുക്ക് ലെഡ്ജർ അക്കൗണ്ട് എക്സാമിന് അങ്ങനെ എടുത്തു ചോദിക്കുന്നില്ല, പക്ഷെ നമ്മൾ മനസ്സിലാക്കി വെക്കണമല്ലോ. ഇനി ഈ ലെഡ്ജർ അക്കൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്യും? ബാലൻസ് ചെയ്യും. എന്നിട്ട് നമ്മൾ ഈ ക്രെഡിറ്റ് ബാലൻസുകളൊക്കെ എന്ത് ചെയ്യും? ഒരു സൈഡിൽ എടുക്കും. ഡെബിറ്റ് ബാലൻസുകളൊക്കെ ഒരു സൈഡിൽ എടുക്കും. അതായത് സമ്മറൈസ് ചെയ്യാന്നാ പറയാം. നമ്മൾ എല്ലാം ചെയ്തിട്ട് എന്ത് ചെയ്യും? അക്കൗണ്ട് ജേർണലൈസ് ചെയ്തു, റെക്കോർഡ് ചെയ്തു, ക്ലാസിഫൈ ചെയ്തു, പിന്നെ സമ്മറൈസ് ചെയ്യുന്നതാണ് നമ്മൾ ബാലൻസ് എടുക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ ആലീസ് തന്നെയാണ് നമുക്ക് അവിടെ ഉപയോഗിക്കാൻ പറ്റിയത്. ALICE, ആലീസ്. അസറ്റിന്റെ നമ്മൾ എന്താ എടുക്കുക? ബാലൻസിങ് ഫിഗർ ആണ് എടുക്കുക. പക്ഷെ ഇവിടെ വന്നപ്പോണ്ടല്ലോ ഒരു ചെറിയ പ്രശ്നം വരും. ഇവർ നമ്മൾ തെറ്റിപ്പിരിഞ്ഞു. ആരൊക്കെ? അസറ്റും എക്സ്പെൻസും. തുടക്കമൊക്കെ ഒരുമിച്ച് ഇങ്ങനെ പോന്നിട്ട് ലാസ്റ്റ് എത്തിയപ്പോൾ ഒരു ചെറിയ തെറ്റിപ്പിരിഞ്ഞു. പക്ഷെ ഈ തെറ്റിപ്പിരിൽ അവരുടെ ബന്ധത്തെ നശിപ്പിച്ചിട്ടില്ല, ചെറിയൊരു സൗന്ദര്യപ്പണക്കാണ്. ഇവിടുത്തെ ഈ സൗന്ദര്യപ്പണക്കം എന്ന് പറയുന്നത്, അസറ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ബാലൻസ് ഫിഗർ ആണ് നമ്മൾ എടുക്കാന്ന് പറഞ്ഞു. പക്ഷേ എക്സ്പെൻസ് നമ്മൾ എപ്പോഴും ടോട്ടൽ ആണ് എടുക്കുക. കാരണം നമുക്ക് ടോട്ടൽ എക്സ്പെൻസ് ആണ് വരിക. ബാലൻസ് ഫിഗർ എടുക്കാൻ കാരണം അവിടെ ചിലപ്പോൾ വാങ്ങിയിട്ടുണ്ടാവും, ചിലപ്പോൾ വിറ്റിട്ടുണ്ടാവും. അതുകൊണ്ടൊക്കെയാണ് അസറ്റിന്റെ കേസിൽ നമ്മൾ ബാലൻസ് ഫിഗർ എടുക്കണേ. ഇവിടെ എന്താണ്? എക്സ്പെൻസിന്റെ കേസിൽ ടോട്ടൽ എടുക്കും. ഇൻകത്തിന്റെ കേസിൽ നമുക്ക് ടോട്ടൽ ആണ് എടുക്കുക. നമുക്ക് ഇൻകം ആണ്, ഇൻകത്തിന് പിന്നെ ചിലവൊന്നും ഇല്ലല്ലോ, ഇൻകം. ക്യാപിറ്റൽ നമ്മൾ ടോട്ടൽ ആണ് എടുക്കുക. ലയബിലിറ്റി ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാണ്ടായിരിക്കും? പുതിയത് വന്നിട്ടുണ്ടാവും, ചിലപ്പോൾ നമ്മൾ കൊടുത്ത് തീർത്തിട്ടുണ്ടാവും. അതുകൊണ്ട് ലയബിലിറ്റിന്റെ കേസ് നമ്മൾ ബാലൻസിങ് ഫിഗർ ആണ് എടുക്കുക. അപ്പോൾ ഈ ഒരു കേസിൽ മാത്രം, പർട്ടിക്കുലർ കേസാണ്, ഈ ഒരു കാര്യം നിങ്ങൾ കൃത്യമായിട്ട് നോക്കി വെക്കുക കേട്ടോ. അസറ്റും ലയബിലിറ്റിയും നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ബാലൻസിങ് ഫിഗറും ഇൻകം, ക്യാപിറ്റൽ, എക്സ്പെൻസിന്റെ നമ്മൾ ടോട്ടൽ ഫിഗറുമാണ് എടുക്കുക. കാരണം അതിന്റെ ടോട്ടൽ ആയിരിക്കും നമുക്ക് അറിയേണ്ടത്. സോ അങ്ങനെ ആയിരിക്കും എടുക്കുന്നത്. ഇനി ഈ ഫിഗറുകൾ, അതായത് ഈ സമ്മർ യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുക. അതായത് നമ്മൾ ഇവിടുന്ന് ശരിക്കും നമ്മൾ എങ്ങോട്ട് ചാടുകയാണ്? നമ്മുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിലോട്ട് ചാടുകയാണ്. പക്ഷെ നമുക്ക് അതിന്റെ ഇടയ്ക്ക് നമ്മളുടെ ഇതില്, അതായത് നമ്മളുടെ പേപ്പറിൽ എന്ത് ചെയ്യാണ്? നമുക്ക് 2 കാര്യം പഠിക്കാനുണ്ട്. ഏതൊക്കെയായിരുന്നു അതൊന്ന് പറയുന്നത്? ഒന്ന് ഡിപ്രീസിയേഷൻ, ഒന്ന് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. 2 ബ്ലോക്ക്, ചെറിയ ബ്ലോക്കാണ്, സിമ്പിൾ. ഒരു 10-15 മിനിറ്റിലൂടെ നമുക്ക് പറഞ്ഞു തീർക്കാവുന്നുള്ളൂ. ഇതിന്റെ പ്രോബ്ലം എങ്ങനെ ചെയ്യേണ്ടത് നമ്മൾ പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് സിമ്പിൾ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോ നമ്മൾ പറഞ്ഞു വന്നത് എന്തായിരുന്നു? നമ്മൾ പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്ന ട്രയൽ ബാലൻസിനെ കുറിച്ചായിരുന്നു, മെയിൻ ആയിട്ടുള്ള ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. നമ്മൾ ഇനി അങ്ങോട്ട്
ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോവാണ്. എന്താണ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യാം. ഈ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എന്തിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാന്ന് ചോദിച്ചാൽ അത് ട്രയൽ ബാലൻസ് ആണ്. ഈ ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത് നമ്മളുടെ ലെഡ്ജർ അക്കൗണ്ടുകളുടെ ബാലൻസിനെ എടുത്തുകൊണ്ട്, എന്താണ് ലെഡ്ജർ അക്കൗണ്ടിന്റെ ബാലൻസിനെ എടുത്തുകൊണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ബുക്സ് ഓഫ് അക്കൗണ്ട് ആണെന്ന് പറയുന്നത് നമ്മുടെ ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത്. ഈ ലെഡ്ജറിന്റെ അക്കൗണ്ടിന്റെ ബാലൻസ് എടുത്തുകൊണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു അക്കൗണ്ട് ആണെന്ന് പറയുന്നത് ഈ ഒരു ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ട്രയൽ ബാലൻസ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. എന്ത് ചെയ്യണം? ഈ ട്രയൽ ബാലൻസ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ട്രയൽ ബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ സിമ്പിൾ ആണ്. നമുക്ക് ഓൾറെഡി ബാലൻസ് ഒക്കെ ഉണ്ടാവും. നമുക്ക് എന്ത് ചെയ്താൽ എടുത്ത് എഴുതിയാൽ മതി. ഇത് ഇങ്ങനെ കോളം വരും. ഒരു പർട്ടിക്കുലേഴ്സ് കോളം, ഒരു ഡെബിറ്റ് കോളം, ക്രെഡിറ്റ് കോളം. ഈ ഡെബിറ്റ് ഈക്വൽ ടു ക്രെഡിറ്റ് ആയി കഴിഞ്ഞാൽ, ഡെബിറ്റ് ഈക്വൽ ടു ക്രെഡിറ്റ് ആയാൽ മാത്രം എന്തെങ്കിലും അരിത്തമെറ്റിക്കൽ ആക്യുറസി ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രൂവ് ചെയ്യുള്ളൂ. ഇത് ചെയ്തിട്ടില്ല, ഇവിടെ എന്തെങ്കിലും തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ അതിനെ എറേഴ്സ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. എന്താണ്? ട്രയൽ ബാലൻസ് ഈക്വൽ അല്ല, അൺഈക്വൽ ആണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന റെക്കോർഡഡ് വീഡിയോ ഉണ്ടാവില്ലേ. ഇത് യൂട്യൂബ് ലൈവ് ആണ്. ഈ സ്ട്രീം എൻഡ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഒരു 10-20 മിനിറ്റിന് ശേഷം എന്തായിരിക്കും ഇതിന്റെ റെക്കോർഡ് ക്ലാസ് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? യൂട്യൂബിൽ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ റെക്കോർഡറും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആവും. ഇവിടെ എക്സ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എക്സ് ആയി. ഇത് രണ്ടും ഈക്വൽ ആയാലും നമ്മുടെ അരിത്തമെറ്റിക്കൽ ആക്യുറസി നമുക്ക് പ്രൂവ് ചെയ്തിട്ടുണ്ട് നമുക്ക് പറയാൻ സാധിക്കും. എന്താണ്? അരിത്തമെറ്റിക്കൽ ആക്യുറസി പ്രൂവ് ചെയ്തിട്ടുണ്ട് നമുക്ക് പറയാൻ. ഇല്ലെങ്കിൽ എന്തായിരിക്കും? നമുക്ക് എവിടെയോ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട് നമുക്ക് പറയേണ്ടി വരും. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു കാര്യം ചെയ്യണം, നമ്മൾ കൃത്യമായിട്ട് നമ്മൾ നോക്കി വെക്കണം. അപ്പൊ ഇത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? എറേഴ്സ് സംഭവിക്കാൻ, തെറ്റുകൾ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അതായത് ഞാൻ എന്താണ്? ഒരു മനുഷ്യനാണ്. ഞാൻ ചെയ്യുന്ന സമയത്ത് എറേഴ്സ് സംഭവിക്കാം, ഞാൻ വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ പല കേസുകളുണ്ടാവും. അപ്പൊ ഇത്തരത്തിൽ എറേഴ്സ് എന്താന്നുള്ളത് നമ്മൾ മനസ്സിലാവും. അതായത് ഡെബിറ്റ് ഈക്വൽ ടു ക്രെഡിറ്റ്, ഇതാണ് ശരിക്കും എന്താ ട്രയൽ ബാലൻസിന്റെ ഇക്വേഷൻ. ഇത് നോട്ട് ഈക്വൽ ആയിട്ട് അല്ലെങ്കിൽ ഞാൻ നോട്ട് ഓക്കെ അല്ലെങ്കിലോ എന്നുള്ളൊരു ഡയലോഗ് ഉണ്ടല്ലേ. ചില സമയത്ത് ഇൻസ്റ്റാഗ്രാമിലെ റീൽസിൽ അത് വളരെയധികം എന്ത് ചെയ്യും? ട്രെൻഡിങ് ചെയ്തു. ഞാൻ നോട്ട് ഓക്കെ അല്ലെങ്കിലോ. അപ്പൊ ഞാൻ നോട്ട് ഓക്കെ അല്ല എങ്കിൽ ഇവിടുത്തെ മെയിൻ കാര്യം എന്ന് പറയുന്നത് എന്താണ്? ഞാൻ നോട്ട് ഓക്കെ അല്ലെങ്കിൽ ഡെബിറ്റ് ഈക്വൽ ടു ക്രെഡിറ്റ് അല്ലെങ്കിൽ നമുക്ക് അവിടെ എന്ത് സംഭവിച്ചു? എറേഴ്സ് സംഭവിച്ചു. തെറ്റുകൾ എന്തുണ്ട്? നമുക്ക് സംഭവിച്ചിട്ടുണ്ട്. തെറ്റുകൾ മനുഷ്യന് സ്വാഭാവികമായിട്ട് സംഭവിക്കാം. മനുഷ്യനാണ്, തെറ്റുകൾ സ്വാഭാവികമാണ്, സംഭവിക്കാം, സംഭവിച്ചിട്ടുണ്ടാവും, സംഭവിക്കാം. ഈ കമ്പ്യൂട്ടറിന് സംഭവിക്കാൻ പാടില്ല എന്നുണ്ടോ? ഇല്ല, കമ്പ്യൂട്ടറിന് ചിലപ്പോൾ പറ്റിയെന്നൊക്കെ. കാരണം അതിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്ന ആരാണ്? മനുഷ്യനാണ്. നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന രീതിയിലാണ് എന്ത് ചെയ്യുന്നത്? ചെയ്ത്. അപ്പോൾ ഈ എറേഴ്സ്, തെറ്റുകൾ, ഇതിനെ നമ്മൾ മെയിൻലി 3 കാറ്റഗറി ആയിട്ടാണ് തിരിക്കാം. എറർ ഓഫ് ഒമിഷൻ, എറർ ഓഫ് കമ്മീഷൻ ആൻഡ് എറർ ഓഫ് പ്രിൻസിപ്പിൾ. ഇതില് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, സാറേ എനിക്ക് എറർ ഓഫ് പ്രിൻസിപ്പിൾ മനസ്സിലാവണില്ല, എറർ ഓഫ് പ്രിൻസിപ്പിൾ ബുദ്ധിമുട്ടാണ്. കാരണം എന്താണ്? അക്കൗണ്ടിങ്ങിന്റെ പ്രിൻസിപ്പിൾസിലോ കൺവെൻഷനോ ഒക്കെ നമ്മൾ തെറ്റുകൾ വരുത്തുകയാണെന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ എന്ത് ചെയ്യുക? എറർ ഓഫ് പ്രിൻസിപ്പിൾ എന്ന് പറയാം. ഓക്കെ, അപ്പോ ഇത് പഠിക്കാൻ സിമ്പിൾ ടെക്നിക്ക് ഉണ്ട്. ഈ മൂന്ന് എറേഴ്സ് ആണ് നമുക്ക് മെയിൻലി ഉണ്ടാവുക. അതുകൊണ്ട് നമ്മൾ ഏത് പഠിച്ചാൽ 2 പഠിച്ചിട്ട് ഒരാൾ വിട്ടുനിർത്താം. എറർ ഓഫ് ഒമിഷനും എറർ ഓഫ് കമ്മീഷനും അല്ലാന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? എറർ ഓഫ് പ്രിൻസിപ്പിൾ ആയിരിക്കും. അതുകൊണ്ട് ചെയ്തു, അതിനപ്പുറത്തേക്ക് ഒരു എറർ വരാനില്ല. സോ നമുക്ക് ആ എറേഴ്സിനെ കുറിച്ച് നോക്കാം. അതിൽ ഫസ്റ്റത്തെ എറർ ആണ് എറർ ഓഫ് ഒമിഷൻ എന്ന് പറഞ്ഞാൽ. ഒമിഷൻ എന്ന് പറഞ്ഞാൽ വിട്ടുപോവുക എന്നാണ് അർത്ഥം. എന്താണ് എറർ ഓഫ് ഒമിഷൻ എന്ന് പറഞ്ഞാൽ? വിട്ടുപോവുക. നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ ഒരു കാര്യത്തെ റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ വിട്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ അതാണ് എറർ ഓഫ് ഒമിഷൻ എന്ന് പറയുന്നത്. എന്താണ്? നെഗ്ലക്ട് ചെയ്തു. അതില്ലേ, ഞാൻ എന്ത് ചെയ്തു? എന്റെ ഫ്രണ്ട് ഇപ്പോ എന്റെ ഒരു ഫ്രണ്ടാണ് എക്സ് എന്ന് വിചാരിക്കുക. എക്സിന്റെ അടുത്ത് ഞാൻ പോയിട്ട് എന്താ സംസാരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? സംസാരിച്ച് ഒരു ഇൻവോയ്സ് ചുറ്റിക്കൂട്ടി കളഞ്ഞു. അത് റെക്കോർഡ് ചെയ്യാൻ മറക്കുകയും ചെയ്തു. സാധാരണ ഇൻവോയ്സ് കളയില്ല, പക്ഷെ ഞാൻ ഒരു ഇമാജിനറി സിറ്റുവേഷൻ പോലെ അദ്ദേഹം എന്ത് ചെയ്തു? അത് റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയി. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? എറർ ഓഫ് ഒമിഷൻ എന്ന് പറയുന്നത്. വിട്ടുപോവുക, നമ്മൾ റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി. അതാണ് ഈ എറർ ഓഫ് ഒമിഷൻ എന്ന് പറയുന്നത്. ഇത്തരത്തിൽ എറർ ഓഫ് ഒമിഷൻസ് സംഭവിക്കാം. ഈ എറർ ഓഫ് ഒമിഷന് ശേഷം നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ അക്കൗണ്ടിങ്ങിൽ ട്രയൽ ബാലൻസ് എന്തെങ്കിലും ചെയ്യേണ്ടി വരും. അങ്ങനെ ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ട്. അതുകൊണ്ട് എറർ ഓഫ് ഒമിഷനെ നമുക്ക് 2 ആക്കി ക്ലാസിഫൈ ചെയ്യാം. എന്താണ്? കംപ്ലീറ്റ് ഒമിഷൻ ഉണ്ടായിരിക്കാം, പാർഷ്യൽ ഒമിഷൻ ഉണ്ടായിരിക്കും. എന്താണ്? കംപ്ലീറ്റ് ഒമിഷൻ ഉണ്ടായിരിക്കാം, അതുപോലെ തന്നെ പാർഷ്യൽ ഒമിഷനും ഉണ്ടാവും. പാർഷ്യൽ ആയിട്ട് ഒമിഷൻ, അതായത് ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സാലറി പെയ്ഡ് ₹1000.
ഇത് സാലറിയിലും റെക്കോർഡ് ചെയ്ത സാലറി അക്കൗണ്ട് എക്സ്പെൻസിൽ റെക്കോർഡ് ചെയ്തിട്ടില്ല, ക്യാഷിലേറ്റ് കുറച്ചും കാണിച്ചിട്ടില്ല. എന്ത് ചെയ്ത എവിടെയും വന്നിട്ടില്ല. അതുകൊണ്ട് ഇത് ട്രയൽ ബാലൻസിൽ എന്തെങ്കിലും തെറ്റ് വരുത്താൻ ചാൻസ് ഉണ്ടോ? ഡെബിറ്റ് ഈക്വൽ ടു ക്രെഡിറ്റ് ആവാതിരിക്കാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ? പറയൂ, എന്തെങ്കിലും ചാൻസ് ഉണ്ടോ? ട്രയൽ ബാലൻസിൽ അത് ഒരേപോലെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചാൻസ് ഉണ്ടോ? ഈ ഒരു എറർ ട്രയൽ ബാലൻസിൽ റിഫ്ലക്ട് ചെയ്യും, അതാണ് ചോദ്യം. നോ. കാരണം എന്താണ്, ഇവിടെ ഒരു ഡെബിറ്റ് ചെയ്യേണ്ട ഐറ്റം ഉണ്ട്, ക്രെഡിറ്റ് ചെയ്യേണ്ട ഐറ്റം ഉണ്ട്. ഈ രണ്ട് ഐറ്റവും നമ്മൾ എന്ത് ചെയ്യാം, നോട്ട് റെക്കോർഡർ ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഇത് ട്രയൽ ബാലൻസിൽ എന്ത് ചെയ്യാൻ റിഫ്ലക്ട് ചെയ്യില്ല. പക്ഷെ സെയിം കേസ് സാലറി പെയ്ഡ് 1000 ക്യാഷിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അത് ഡിക്രീസ് ചെയ്ത് കാണിച്ച ക്യാഷ് ബുക്കിൽ എന്ത് ചെയ്തു, റെക്കോർഡ് ചെയ്തു. ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്തിട്ട് എന്നോട് ഇങ്ങനെ വർത്താനം പറഞ്ഞിട്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ അടുത്ത ബില്ലെടുത്ത് അടുത്തടിച്ചു. അപ്പൊ ഇവിടെ സാലറി എന്ത് ചെയ്തു, റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയി. ഈ കേസിൽ ട്രയൽ ബാലൻസ് റിഫ്ലക്ട് ചെയ്യോ? പറയൂ. പറയൂ, ഈ കേസിൽ അത് റിഫ്ലക്ട് ചെയ്യുമോ? ഈ ഒരു കേസിൽ അത് റിഫ്ലക്ട് ചെയ്യും. കാരണം എന്താണ്, ഈ ക്രെഡിറ്റിൽ ഞാൻ അത് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഡെബിറ്റിൽ ചെയ്തിട്ടില്ല. അപ്പൊ എന്തായിരിക്കും, 1000 രൂപയുടെ മാറ്റം ഡെബിറ്റിൽ ഉണ്ടാവില്ല. ഡെബിറ്റിൽ എന്തെങ്കിലും ഒരു 1000 രൂപയുടെ കുറവുണ്ടായിരിക്കും. ഇപ്പൊ ഇവിടെ 19,000 ആണ് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ 18,000 വന്നിട്ടുണ്ടാവും. ഇതെന്താവില്ല, ഈക്വൽ ആവില്ല, നോട്ട് ഈക്വൽ. അവിടെ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടായി. ഇതാണ് ഏതെന്ന് പറയുന്നത്, നമ്മളുടെ ട്രയൽ ബാലൻസിലെ എറർ. അപ്പോൾ എറർ ഓഫ് ഒമിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോകുന്ന, മറന്നു പോകുന്നതിനെയാണ് നമ്മൾ എറർ ഓഫ് ഒമിഷൻ എന്ന് പറയാം. അതായത് when a transaction is completely or partially left out from being recorded എന്നാണ് ഇവിടെ ലെഫ്റ്റ് ഔട്ട്, റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയി, മറന്നു പോകുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എറർ ഓഫ് ഒമിഷൻ എന്ന് പറയുന്നത്. എറർ ഓഫ് ഒമിഷൻ രണ്ട് രീതിയിൽ ഉണ്ടാവാം. ഏതൊക്കെയാണ് എറർ ഓഫ് ഒമിഷൻ എന്ന് പറഞ്ഞ? രണ്ട് രീതിയിലുണ്ട്, കംപ്ലീറ്റ് ഒമിഷനും പാർഷ്യൽ ഒമിഷനും. എന്തൊക്കെയാണ്? കംപ്ലീറ്റ് ഒമിഷനും പാർഷ്യൽ ഒമിഷനും ആണെന്ന് പറയുന്നത് നമ്മുടെ രണ്ട് എന്തെന്ന് പറയുന്നത് മെയിൻ ആയിട്ടുള്ള നമ്മളുടെ അതിന്റെ എറർ ഓഫ് ഒമിഷന്റെ ടൈപ്സ് എന്ന് പറയുന്നത്. നെഗ്ലക്ട് ചെയ്യുക അല്ലെങ്കിൽ ഓവർസൈറ്റ് ബൈ ദ അക്കൗണ്ടന്റ് അല്ലെങ്കിൽ മിസ്പ്ലേസ്മെന്റ് ആയിട്ട് എന്ത് ചെയ്യുക വരുന്നത്, ഇൻവോയ്സിലൊക്കെ ബില്ലിലൊക്കെ എന്ത് ചെയ്യുക മിസ്പ്ലേസ് ആയി വരുന്നൊക്കെ എന്താണ് മെയിൻലി നമ്മുടെ എറർ ഓഫ് ഒമിഷൻ ആണ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടൈപ്പ് ഓഫ് എറർ. ഇത് നമ്മളോട് എന്ത് ചെയ്യാം 2 മാർക്സ് നമുക്ക് എറർ ഓഫ് ഒമിഷൻ ചോദിക്കാം. അല്ലെങ്കിൽ 3 എറേഴ്സ്, കുറച്ച് എറേഴ്സ് തന്നിട്ടുണ്ടാവും. ഇതിൽ ഈ എറർ ഏതാണെന്നുള്ളത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ചോദിക്കാം. അല്ലെങ്കിൽ ഈ ഒരു എറർ തന്നിട്ട് എന്ത് ചെയ്യാം റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയി, വിച്ച് ടൈപ്പ് ഓഫ് എറർ ദിസ് എന്ന് ചോദിച്ചാൽ നമ്മൾ എഴുതണം ഏതാണെന്നുള്ളത്. ചിലപ്പോൾ മാച്ച് ദ ഫോളോയിങ് ചോദിക്കാം, എന്തും ചോദിക്കാം. അതുകൊണ്ട് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ് കേട്ടോ, നിങ്ങൾ കൃത്യമായിട്ട് നോക്കണം. നെക്സ്റ്റ് അടുത്ത എറർ എന്ന് പറഞ്ഞാൽ എറർ ഓഫ് കമ്മീഷൻ ആണ്. ഏതാണ്? എറർ ഓഫ് കമ്മീഷൻ ആണ് നമുക്ക് എന്താണ് അടുത്ത എറർ എന്ന് പറയുന്നത്. അപ്പോ എറർ ഓഫ് കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ കാണിക്കാം, നമ്മൾ പോസ്റ്റ് ചെയ്ത സമയത്തുണ്ടായ തെറ്റ്. എന്താണ്? പോസ്റ്റിംഗിൽ വന്ന തെറ്റ്, അല്ലെങ്കിൽ ടോട്ടലിംഗിൽ വന്ന തെറ്റ്, അല്ലെങ്കിൽ നമ്മൾ പേര് വായിച്ച സമയത്ത് മിസ്റീഡ് ആയത്. ഇതൊക്കെ കാരണം, അതായത് അക്കൗണ്ടന്റിന്റെ തെറ്റ് മൂലം, മറ്റേത് മറന്നു പോവുക സ്വാഭാവികമാണ്, പക്ഷെ അക്കൗണ്ടന്റിന്റെ തെറ്റ് മൂലം വരുന്ന എറേഴ്സിനാണ് എറർ ഓഫ് കമ്മീഷൻ എന്ന് പറയാം. ഓക്കെ, എ ട്രാൻസാക്ഷൻ ഈസ് റെക്കോർഡഡ് ബട്ട് വിത്ത് റോങ് ഡീറ്റെയിൽ. ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, ബട്ട് അത് റോങ് ആയിട്ടായിരിക്കും. അത് അക്കൗണ്ട് ആയിരിക്കാം, എമൗണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ സൈഡ് ആയിരിക്കും. അതായത് ഡെബിറ്റോ ക്രെഡിറ്റോ അങ്ങോട്ടും മാറി ചെയ്യാം. ഇതിനാണ് എറർ ഓഫ് കമ്മീഷൻ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത്. അതായത് ഇപ്പോ സാലറി പെയ്ഡ് 1000, നമ്മുടെ ആലിസ് ചേച്ചിനെ അറിയാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഇയാൾ നേരെ കൊണ്ടിട്ട് എങ്ങനെ എഴുതിയിട്ടുണ്ടാവും? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റ്. ക്യാഷ് അക്കൗണ്ടിൽ ഡെബിറ്റ് ആയിട്ട് 1000 എഴുതി, സാലറിയിൽ എന്ത് ചെയ്തു 1000 കുറച്ചും കാണിച്ചു, നേരെ തലയിരിഞ്ഞ് കാണിച്ചു, അക്കൗണ്ടിൽ തെറ്റായിട്ടാ ചെയ്ത്. ഇതെന്താണ്? എറർ ഓഫ് കമ്മീഷൻ ആണ്. ഈ സാലറി 1000 ആണ്, പക്ഷെ 500 ആണ് റെക്കോർഡ് ചെയ്തത്. ആക്ച്വൽ ചെയ്തിട്ടുണ്ട്, സാലറിയിൽ എത്ര 500 ചെയ്തു, ക്യാഷിൽ കൊണ്ടുവന്നിട്ട് എത്ര ചെയ്തു 500 ചെയ്തു. ഇതും എന്താണ്? ഒരു എറർ ആണ്.
ഇതിനെയാണ് ഇങ്ങനെ ഉണ്ടാവുന്ന എറേഴ്സിനെയാണ് നമ്മൾ എറർ ഓഫ് കമ്മീഷൻ എന്ന് പറയുന്നത്. എന്താണ് ഇങ്ങനെ ഉണ്ടാവുന്ന എറേഴ്സിനെ നമ്മൾ എറർ ഓഫ് കമ്മീഷൻ എന്ന് പറയും. കെയർലെസ് ആയിട്ട് നമ്മൾ ഡാറ്റ യൂസ് ചെയ്തത്, അല്ലെങ്കിൽ മിസ്ലീഡിങ് നെയിംസ് ഓർ നമ്പേഴ്സ്, ഇതാണ് നമ്മുടെ എറർ ഓഫ് കമ്മീഷൻ എന്ന് പറയുന്നത്. ഇത് കൂടാതെ ഒരു ചെറിയൊരു എറർ ഉണ്ട്, നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കണം, കോമ്പൻസേറ്റിംഗ് എറേഴ്സ് എന്ന് പറയാം. അതായത് 2 or more errors that cancel each other so the trial ban still liable. അതായത് ഇപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, സാലറിയിൽ 500 റെക്കോർഡ് ചെയ്യേണ്ടതിന് പകരം ഞാൻ കൊണ്ടുപോയിട്ട് സ്റ്റേഷനറിയിൽ എന്ത് ചെയ്തു 500 റെക്കോർഡ് ചെയ്തു. അതായത് ഇവിടെ പറഞ്ഞത് സെയിൽസ് അക്കൗണ്ട് ഓവർ സ്റ്റേറ്റ് 500 ആൻഡ് പർച്ചേസ് ഈസ് ആൾസോ ഓവർ സ്റ്റേറ്റ് ബൈ 500 അതാണ്. പക്ഷെ ഞാൻ സാലറിയിൽ ചെയ്യേണ്ടത് ഞാൻ കൊണ്ടിട്ട് സെയിൽസ് സ്റ്റേഷനറി ചെയ്തു. അതായത് സാലറിയിൽ ഞാൻ എന്ത് ചെയ്യണ്ടേ ഇത് കാണിക്കണമായിരുന്നു, ഞാൻ കൊണ്ട് ഇവിടെ ചെയ്തു. അതേപോലെ തന്നെ ഇപ്പൊ വേറെ ഒന്ന് വരുന്നത്, നമ്മൾ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞ പോലെ എന്താണ് സെയിൽസിൽ എന്ത് ചെയ്യുന്നുണ്ട് 5000 എന്നുള്ളവർക്ക് ഞാൻ 5500 എഴുതി. അതേപോലെ തന്നെ പർച്ചേസിനും കൊണ്ടിട്ട് ഞാൻ എന്ത് ചെയ്യും 5000 വരെ 5500 എഴുതി. സോറി 4000 വരെ ഞാൻ 4500 എഴുതി. ഇവിടെ എന്ത് ചെയ്തു, ഇവിടെ ഒരു 500 ഓവറാണ്, ഇവിടെ ഒരു 500 ഓവറാണ്. അപ്പോൾ ചെയ്ത് നോക്കുന്ന സമയത്ത് ഡെബിറ്റിൽ 500 ഓവർ എന്നുണ്ട്, ക്രെഡിറ്റിൽ 500 ഓവർ എന്നുണ്ട്. അപ്പൊ എന്തുണ്ടാവില്ല, അത് പരസ്പരം ഒന്നിട്ട് ചേർന്നിട്ട് ക്യാൻസൽ ആയി പോകും. ഇതിൽ എറേഴ്സ് എന്തെങ്കിലും നമ്മുടെ ട്രയൽ ബാലൻസിനെ ബാധിക്കില്ല. അത് ജസ്റ്റ് നോക്കിയാൽ മതി. ഇത് കൂടാതെ നമ്മളുടെ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിനെയും കാര്യങ്ങളിലൊക്കെ നമ്മൾ തെറ്റ് വരുത്തി കഴിഞ്ഞാൽ നമ്മൾ അത് നോക്കാതെ റെക്കോർഡ് ചെയ്യുന്നതിനാണ് എറർ ഓഫ് പ്രിൻസിപ്പിൾസ് എന്ന് പറയാം. അതായത് when a transaction is recorded against the accounting principle usually due to wrong classification, അത് നമ്മുടെ അക്കൗണ്ട്സിന്റെ ക്ലാസിഫിക്കേഷൻ ഉണ്ടാവുന്നതാണ്. ലെഡ്ജർ പ്രിപ്പയർ ചെയ്യുമ്പോഴാണ് മെയിൻലി എന്തുണ്ടാവുന്നത് എറർ ഓഫ് പ്രിൻസിപ്പിൾ സംഭവിക്കാം. ഫോർ എക്സാമ്പിൾ പറയുക, ഞാൻ എന്ത് ചെയ്തു ഒരു ഫർണിച്ചർ വാങ്ങി. ഞാൻ എന്ത് ചെയ്തു മിൻഹയുടെ കടയിൽ പോയിട്ട് ഒരു ഫർണിച്ചർ വാങ്ങി 5000 രൂപ കൊടുത്തിട്ട്. ഇത് ഞാൻ എന്ത് ചെയ്തു, മിൻഹയുടെ കടയിൽ നിന്ന് ഞാൻ 5000 രൂപ കൊടുത്തിട്ട് ഒരു ഫർണിച്ചർ വാങ്ങിയിട്ട് ഈ ഫർണിച്ചർ കൊണ്ടുപോയി ഞാൻ എന്താ ചെയ്തത്, ഈ ഫർണിച്ചർ ഞാൻ നേരെ കൊണ്ടുപോയിട്ട് പർച്ചേസ് ഇതിനെ ചെയ്യാനായിട്ട് നമുക്ക് അറിയാവുന്നതാണ് ഫർണിച്ചർ അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാഷ് എന്ന് പറഞ്ഞാൽ പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. ഇത് സത്യം പറഞ്ഞാൽ ഒരു റവന്യൂ ഐറ്റം ആണ്, അതായത് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. ഇതൊരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഫർണിച്ചർ അസറ്റ് വാങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരെ പ്രിൻസിപ്പളിന് എഗെയിൻസ്റ്റ് ആണ് ചെയ്തത്. ദിസ് ഈസ് എറർ ഓഫ് പ്രിൻസിപ്പിൾ. അതായത് ചെയ്യേണ്ടിരുന്ന ഫർണിച്ചറിനെയാണ് ഞാൻ കൊണ്ടുപോയി എക്സ്പെൻസ് അക്കൗണ്ടിന് ഞാൻ എന്ത് ചെയ്തു ക്രെഡിറ്റ് ചെയ്തു, ഡെബിറ്റ് ചെയ്തു. ദിസ് ഈസ് കോൾഡ് എറർ ഓഫ് പ്രിൻസിപ്പിൾ. പറയൂ, നിങ്ങൾക്ക് 3 എറേഴ്സും ക്ലിയർ ആണോ? 3 എറേഴ്സും ക്ലിയർ ആണോ എന്ന് പറയൂ. പെട്ടെന്നാവട്ടെ. ക്ലിയർ ആയി? എസ്. ഫഹിമിതയ്ക്ക് എസ് ആണ്. ബാക്കിയുള്ളവരും കൂടി എല്ലാരും അടിപൊളിയായിട്ട് ഉഷാറായി നിൽക്കണം. നമ്മൾ ബൂസ്റ്റർ കുടിച്ചിട്ടാണ് തുടങ്ങിയത്. ഇനി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോ ബൂസ്റ്റർ കുടിക്കുക. എല്ലാവരും എന്ത് ചെയ്യാം, എക്സാം കഴിഞ്ഞ് നമുക്ക് നല്ല ബൂസ്റ്റ് കുടിക്കണം. നമുക്ക് റിസൾട്ട് വരുമ്പോൾ എല്ലാവരും മുമ്പിലും നമ്മൾ എന്ത് ചെയ്യാണ്, ഒരുപാട് ഗ്യാപ്പിന് ശേഷം പഠിക്കാവുന്നതാണ്. പക്ഷെ ആ ബൂസ്റ്റ് നമുക്ക് എല്ലാവരും മുന്നിലും കാണിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം, നമ്മൾ അടിപൊളിയായി ഉഷാറായിട്ട് നിൽക്കണം അല്ലെ. അപ്പൊ ആ ഉഷാർ കാണിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലാസ്സുകളിൽ ലാസ്റ്റ് ടൈമിലെ ഫൈനൽ റിവിഷൻ സെഷൻസ് ആണ് നടക്കുന്നത്. ഈ ക്ലാസ്സിൽ നമ്മൾ മാക്സിമം ആക്റ്റീവ് ആയിരിക്കും, എങ്കിലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ എല്ലാവരും ആക്റ്റീവായി നിൽക്കുക. നമ്മൾ എന്ത് ചെയ്യും, ഈ എക്സാമിന് 100% നമ്മൾ നല്ല മാർക്ക് വാങ്ങി പാസ്സാവും. അതാണ് നമ്മുടെ ലക്ഷ്യം. ഓക്കെ, മാക്സിമം എല്ലാവരും എന്ത് ചെയ്യണം, 75% മുകളിൽ മാർക്ക് വാങ്ങണം. 75% എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് നമുക്ക് സിമ്പിൾ ആയിട്ട് കിട്ടും, ഒരു ബുദ്ധിമുട്ടില്ല. ഈ കാര്യങ്ങൾ മാത്രം നോക്കി പോയാൽ നിങ്ങൾക്ക് 75% മാർക്ക് കിട്ടും ഉറപ്പാണ്. അതാണ് നമ്മുടെ ഗ്യാരണ്ടി. അതായത് മെയിൻലി നമ്മൾ പറയുന്ന ഈ കാര്യങ്ങൾ വെച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. സോ നമുക്ക് എന്ത് ചെയ്യാം, പല ആൾക്കാരുടെ മുന്നിലും നമ്മളുടെ തീരുമാനം ശരിയാണെന്ന് തെളിയിക്കല്ല, ആദ്യമായിട്ട് കിട്ടുന്ന അവസരം, ഫസ്റ്റ് അവസരമാണ്. ഓക്കെ, ഈ അവസരത്തിൽ നമ്മൾ പല സിറ്റുവേഷൻസ് പലരിലും ഉണ്ടായിരിക്കും. ഒന്ന്, എക്സാം എഴുതുന്നില്ല, പഠിച്ചിട്ടില്ല, മാറ്റിക്കുന്നതും, പഠിക്കാൻ കഴിയണില്ല എന്ന് പറയും. പക്ഷെ എന്ത് സ്ട്രഗിൾ ഉണ്ടെങ്കിൽ നമ്മൾ പഠിച്ച് എഴുതി നമ്മൾ സക്സസ് ആയിട്ട് നമ്മൾ ആരുടെ മുന്നിൽ ആരോട് വാശി പിടിച്ചിട്ടാണല്ലോ പഠിക്കാൻ ഇറങ്ങി, അല്ലെങ്കിൽ നമ്മൾ എന്തിനു വേണ്ടിയാ പഠിക്കാൻ ഇറങ്ങിയ അതിന്റെ മുന്നിലും, അത് എക്സോ വൈ എന്ത് കാരണമായാലും അതിന്റെ മുന്നിൽ നമുക്ക് നമ്മളുടെ ആദ്യ സക്സസ് കാണിക്കാനുള്ള ആദ്യത്തെ എക്സാം ആണ് നമ്മളുടെ. സോ നമ്മൾ ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ആ രീതിയിൽ നമ്മൾ പഠിക്കണം. അപ്പോ നമുക്ക് തിയറീസ് മാത്രമല്ല, നമ്മൾ പ്രോബ്ലംസ് പറഞ്ഞു പോന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു പ്രോബ്ലം എക്സാമിൽ ചോദിക്കും, 5 മാർക്കാണ്. എന്താണ് ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യാൻ? നമുക്കറിയാം 3 ടൈപ്പിലുള്ള ക്യാഷ് ബുക്ക് നമുക്ക് പഠിക്കാനുണ്ട്. സിമ്പിൾ കോളം ക്യാഷ് ബുക്ക്, ഡബിൾ കോളം ക്യാഷ് ബുക്ക്, അതുപോലെ ട്രിപ്പിൾ കോളം ക്യാഷ് ബുക്ക്. സിംഗിൾ കോളം ക്യാഷ് ബുക്കിൽ ഒരൊറ്റ
ക്യാഷ് കോൾ എമൗണ്ട് കോളേ ഉണ്ടാവുള്ളൂ, ദാറ്റ് ഈസ് ക്യാഷും ഉണ്ടാവും. ക്യാഷുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഐറ്റംസ് മാത്രം നമ്മൾ എവിടെ റെക്കോർഡ് ചെയ്യുള്ളൂ, ക്യാഷ് ആണ്. അതായത് പർച്ചേസ് ചെയ്തിട്ടുണ്ട്, അത് ക്രെഡിറ്റിനാണെങ്കിൽ എവിടെ ചെയ്യില്ല, നമ്മൾ ക്യാഷ് ബുക്കിൽ ചെയ്യില്ല. ക്യാഷിന്റെ പർച്ചേസ് അല്ലെങ്കിൽ ക്യാഷ് സെയില് അല്ലെങ്കിൽ ക്യാഷ് പേ ചെയ്തു അല്ലെങ്കിൽ ക്യാഷ് റിസീവ് ചെയ്തു, അതൊക്കെ റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുന്നത്, നമ്മുടെ ക്യാഷ് ബുക്ക് യൂസ് ചെയ്യട്ടോ. അല്ലാതെ വേറൊരു കാര്യം നമ്മൾ എന്ത് ചെയ്യുക, ക്യാഷ് ബുക്ക് യൂസ് ചെയ്യില്ല. അപ്പൊ ക്യാഷ് ബുക്ക് പ്രോബ്ലംസ് ആണ് നമ്മൾ എന്ത് ചെയ്ത് നോക്കാൻ പോകുന്നത്. അപ്പോ ക്യാഷ് ബുക്ക് പ്രോബ്ലംസിൽ നമ്മൾ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ഒറ്റ പ്രോബ്ലം നമ്മൾ ചെയ്യുന്നുള്ളൂ, സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലം, ദാറ്റ് ഈസ് ഏതാണ്, ഡബിൾ കോളം ക്യാഷ്. സിംഗിൾ കോളം ക്യാഷ് ബുക്ക് നമ്മൾ നോർമൽ ഒരു ക്യാഷ് ബുക്കിന്റെ ലെഡ്ജർ പ്രിപ്പയർ ചെയ്യുന്ന പോലെ തന്നെ ഉള്ളൂ. പിന്നെ നമുക്ക് ട്രിപ്പിൾ കോളം നമുക്ക് എക്സാമിന് ചോദിക്കാൻ വളരെ ചാൻസ് കുറവാണ്, ഒരു 5% ചാൻസ് നമുക്ക് പറയാം. 90% ചാൻസ് നമുക്ക് ഡബിൾ കോളം ക്യാഷ് ബുക്കോ സിംഗിൾ കോളം ക്യാഷ് ബുക്ക് ആയിരിക്കും. സിംഗിൾ കോളം ആണെന്നുണ്ടെങ്കിൽ ക്യാഷ് ട്രാൻസാക്ഷൻസ് മാത്രം റെക്കോർഡ് ചെയ്യാം, ബാങ്ക് ട്രാൻസാക്ഷൻസ് ഒന്നും ചെയ്യാൻ റെക്കോർഡ് ചെയ്യേണ്ട. ഡബിൾ കോളം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഡബിൾ കോളം ക്യാഷ് ബുക്ക് ആണെന്നുണ്ടെങ്കിൽ ബാങ്ക് കോളവും അതുപോലെ ക്യാഷ് കോളം 2 കോളംസ് വരയ്ക്കണം. ഇതായിരിക്കും അതിന്റെ ഫോർമാറ്റ് വരുന്നത്. ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ലെഡ്ജർ ഫോളിയോ, ക്യാഷ് എമൗണ്ട്, ബാങ്ക് എമൗണ്ട് 2 കോളം. പിന്നെ അതേപോലെ തന്നെ ക്രെഡിറ്റ് സൈഡ് ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ലെഡ്ജർ ഫോളിയോ, ക്യാഷ് എമൗണ്ട്, ബാങ്ക് എമൗണ്ട് 2 കോളം വരും. ഇങ്ങനെയാണ് നമ്മൾ എഴുതാം. അപ്പൊ നമ്മൾ എഴുതുന്ന സമയം നമുക്ക് എന്ത് ചെയ്യാം, ഈ പ്രോബ്ലംസ് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾ ആദ്യം എല്ലാവരും എന്ത് ചെയ്യാം, പ്രോബ്ലം ഒന്ന് വായിക്കാം. ഈ ഒരു പ്രോബ്ലം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡിപ്രീസിയേഷനിലോട്ട് പോകും. ഡിപ്രീസിയേഷൻ ഞാൻ എന്ത് ചെയ്യും, എല്ലാ കാര്യങ്ങളും പറയും, നിങ്ങൾക്ക് എന്ത് ചെയ്യും കൃത്യമായിട്ട് ഇതിന്റെ 2 പ്രോബ്ലംസ് ആണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ചെയ്യുന്നില്ല, പകരം നിങ്ങൾക്ക് എന്തായിരിക്കും അത് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞു തരും. ഈ 2 പ്രോബ്ലംസ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് പോവാം. നിങ്ങൾ വർക്ക്ഔട്ട് അത് ലൈവ് കഴിഞ്ഞു, നാളെ നിങ്ങൾക്ക് ഒരു ദിവസം ഇതിൽ വർക്ക്ഔട്ട് ചെയ്താലേ നിങ്ങൾക്ക് ഇത് കിട്ടുള്ളൂ. അപ്പൊ വർക്ക്ഔട്ട് ചെയ്യാനുള്ളത് കൂടി നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. എല്ലാവർക്കും എന്തായാലും എക്സാമിന് ചോദിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ നമുക്ക് ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യാം. ക്യാഷ് ബുക്ക് ശ്രദ്ധിച്ചിരിക്കണം എല്ലാവരും. ക്യാഷ് ബുക്ക് നമുക്ക് വരയ്ക്കാം. വരയ്ക്കുന്ന സമയത്ത് എഴുതുന്ന അത്രയും കട്ടി കൂട്ടുന്നില്ല, കുറച്ച് വരയ്ക്കാം. നമുക്ക് പച്ച കളറിൽ വരയ്ക്കാം അല്ലെ. ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ലെഡ്ജർ ഫോളിയോ, 2 എമൗണ്ട് കോളം. ഞാൻ വരയ്ക്കുന്നത് പേന യൂസ് ചെയ്തിട്ടാണ്. അതും ടാബിലായതുകൊണ്ട് എന്തുണ്ട്, ഐപാഡിലായതുകൊണ്ട് ചെറിയ ചെറിയ പ്രശ്നം വളഞ്ഞിട്ടൊക്കെ പോകും. നിങ്ങൾ എന്ത് ചെയ്യണം, അത് കൃത്യമായിട്ട് വരയ്ക്കണം കേട്ടോ. പേനയും പെൻസിലും സ്കെയിലൊക്കെ എടുത്ത് വരയ്ക്കുക. 2 കോളം. ഓക്കെ, ഇതിനെ കുറച്ച് കോപ്പി എടുത്ത് ഞാൻ വെക്കാം. നമുക്ക് എത്ര പേജ് ആവശ്യം ഉണ്ടാവും എന്നറിയില്ലല്ലോ. നമ്മൾ ഓരോ ട്രാൻസാക്ഷൻസ് നോക്കാം. നിങ്ങൾ ആദ്യം ഒരു കാര്യം പറയൂ, ബാങ്കിന്റെ ക്യാഷിന്റെ ബാലൻസ് ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ? പെട്ടെന്ന് പറയും. അതൊന്ന് പറയുമ്പോഴേക്കും 1 മിനിറ്റ് ഞാൻ ഇപ്പൊ വരാം, അപ്പോഴേക്കും നിങ്ങൾ പെട്ടെന്ന് പറയും. ഫഹിമിത പറയുന്നു ഡെബിറ്റ് ആണ് ബാലൻസ് എന്നുള്ളത്. ഡെബിറ്റ്. പിന്നെ അടുത്ത ആള് ഫഹിമിത മാത്രമുള്ള ആക്റ്റീവ് ആയിട്ട് നിൽക്കുന്നത്. ബാക്കിയുള്ളവർ എവിടെ? പറയും പെട്ടെന്നാവട്ടെ. ഓക്കെ, ഡെബിറ്റ് ആണ് വരിക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ അക്കൗണ്ട് ഇതാണല്ലേ. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഹെഡിങ്സ് എഴുതാം. ഇവിടെ ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ലെഡ്ജർ ഫോളിയോ. ഇവിടെ എന്താണ്, ക്യാഷ് ആണ്. ഇവിടെ ബാങ്ക് ആണ്. എന്താണ്, ബാങ്ക് ആണ്. ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ലെഡ്ജർ ഫോളിയോ, ക്യാഷ്, ബാങ്ക്. ഇതാണ് വരുന്നത് അല്ലേ. ഓക്കെ, ഉഷയം പറഞ്ഞിട്ട് ഡെബിറ്റ് ആണെന്നുള്ളത്, മുഹമ്മദ് അനസ് ഡെബിറ്റ് ആണ് പറഞ്ഞു. അപ്പൊ എല്ലാവരും വെരി ഗുഡ്. അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യാം, ഓരോ ട്രാൻസാക്ഷൻസ് നോക്കാം. ആദ്യം ബാലൻസിലെ ബാങ്ക് ബാലൻസ് എന്ന് പറഞ്ഞാൽ 32,500. ക്യാഷ് ബാലൻസ് പറഞ്ഞിട്ട് നമുക്ക് 12,300. നമ്മൾ ആദ്യം എഴുതാം. ഇവിടെ ബാലൻസ് ക്യാരി ഡൗൺ കൊടുക്കാം. എന്നിട്ട് ഡേറ്റ് നോക്കാം. ഡേറ്റ് എഴുതണം ജനുവരി 1-ാം തീയതി. 1/1 ബാലൻസ് ക്യാരി ഡൗൺ. ക്യാഷിന്റെ എമൗണ്ട് കോളത്തിൽ എത്രയാണ് എമൗണ്ട് പറഞ്ഞാൽ അത് എഴുതാം, ബാങ്കിന്റെ കോളത്തിൽ എഴുതാം. അതായത് ബാങ്കിൽ എത്രയാ, 32,500, 12,300. അപ്പോൾ 12,300 ബാങ്ക് കോളത്തിൽ എഴുതി, 32,500 എന്ത് ചെയ്തു, ക്യാഷ് കോളത്തിൽ എഴുതി. ഇതാണ് നമ്മൾ ഫസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം. സിമ്പിളാണ്, ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനി രണ്ടാമത്തെ നോക്കാം. രണ്ടാമത്തെ എന്താണ്, പർച്ചേസ്ഡ് ഗുഡ്സ് ബൈ ചെക്ക്. ഇതിന്റെ നമുക്ക് ഇവിടെ നമ്മൾ ആദ്യമായിട്ടൊക്കെ ചെയ്യും. നിങ്ങൾക്ക് ചെയ്യാൻ അറിയില്ലെങ്കിൽ, അതായത് നിങ്ങൾക്ക് ജേർണലിന്റെ അറ്റ മൈൻഡിക്ക് വരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് പെൻസിൽ കൊണ്ട് എഴുതി നോക്കാം. ഗുഡ്സ് പർച്ചേസ്ഡ് ബൈ ചെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജേർണലിന്റെ വരിക പർച്ചേസ് അക്കൗണ്ട് അല്ലെ. പർച്ചേസ് ചെയ്തു, അതിന് പകരം ചെക്ക് കൊടുത്തു. അതായത് ബാങ്കിൽ നിന്നാണ് ക്യാഷ് പോവുക അല്ലെ.
അപ്പൊ എങ്ങനെയായിരിക്കും ജനറൽ എൻട്രി? പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് എന്നുള്ളതായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ബാങ്കിന്റെ ക്രെഡിറ്റ് സൈഡിലാണ് നമ്മളിവിടെ വന്നിട്ട് എന്ത് ചെയ്യും? പർച്ചേസ് എന്ന് എഴുതും. ഏതാ ഡേറ്റ് നോക്കുക? 3-ാം തീയതിയാണ്. 3/8 നമ്മൾ 3/1 പർച്ചേസ് എന്ന് എഴുതും. ബൈയൊക്കെ വേണമെങ്കിൽ എഴുതിയാൽ മതി, നിർബന്ധമുള്ള കാര്യമല്ല. പർച്ചേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര കൊടുക്കും? 5300. എത്രയാണ്? 5300. ഏത് കോളത്താ പോകേണ്ടത്? ബാങ്ക് കോളത്തു നിന്നാണ് പോകേണ്ടത്. 5300 നമ്മൾ എഴുതി. ഓക്കെ, ബ്രോഡ് ഡൗൺ ആക്കി എഴുതിയാൽ ക്യാരി ഡൗൺ, നമ്മൾ ഇങ്ങോട്ട് ക്യാരി ഡൗൺ ചെയ്ത് എഴുതി, അല്ലെങ്കിൽ നമുക്ക് മുകളിൽ നിന്ന് ബ്രോഡ് ഡൗൺ ചെയ്ത്, അതിൽ നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല കേട്ടോ. അടുത്തത് ഗുഡ്സ് സോൾഡ് ഫോർ ക്യാഷ്. എന്ത്? ക്യാഷ് വാങ്ങിയിട്ട് നമ്മൾ ഗുഡ്സ് സോൾഡ് ചെയ്തു. അപ്പൊ നമുക്ക് ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ് എന്ന പേര്. എന്താണ്? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ്. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ് ആണ്. അപ്പോൾ എന്താണ്? ക്യാഷ് ബുക്കിൽ ഇവിടെ എന്ത് ചെയ്തു? ഏതാ ഡേറ്റ് നോക്കുക? ഡേറ്റ് 8-ാം തീയതി ആയിരുന്നു. 8/1 നമ്മൾ എന്ത് ചെയ്യും? സെയിൽസ് എന്ന് പറഞ്ഞിട്ട് ക്യാഷ് നമ്മൾ ആ എമൗണ്ട് എഴുതും. എത്രയാണ്? 9500 എന്ന് എഴുതും. 9500 നമ്മൾ എഴുതും. ഇനി അടുത്തത്, ഈ ഐറ്റം വരെ ക്ലിയർ ആണോ? എല്ലാവർക്കും 9500 വരെ എത്തിയോ? ഐറ്റം ക്ലിയർ ആണോ? പറയൂ. നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അടുത്ത ഞാൻ പറയുമ്പോഴേക്കും നിങ്ങൾ പറയുക കേട്ടോ, നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടോ ഇല്ല എന്നുള്ളത്. നെക്സ്റ്റ്, പർച്ചേസ് ടൈപ്പ് റൈറ്റർ ബൈ ചെക്ക്. ചെക്ക് കൊടുത്തിട്ട് എന്ത് ചെയ്യും? ടൈപ്പ് റൈറ്റർ പർച്ചേസ്. ജേണൽ എൻട്രി വരെ എങ്ങനെയാണ്? ടൈപ്പ് റൈറ്റർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് ആണ്. അപ്പൊ നമ്മൾ നേരെ വന്നിട്ട് ആ ഡേറ്റ് നോക്കുക. ഡേറ്റ് ഒക്കെ എഴുതാൻ നിർബന്ധമാണ്. 10/1 അല്ലേ? 10/1 ടൈപ്പ് റൈറ്റർ എത്രയാണ്? 5400 രൂപ കൊടുത്ത് നമ്മൾ വാങ്ങി എന്നാ പറഞ്ഞത്. എത്രയാണ്? 5400 കൊടുത്ത് വാങ്ങി. ക്ലിയർ ആണോ? അതുവരെ ക്ലിയർ? ഓക്കെയാണ്. ഇനി അടുത്തതാണ് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട മെയിൻ കാര്യം. നമുക്ക് ഡബിൾ കോളം ക്യാഷ് ബുക്ക് അല്ലെങ്കിൽ ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് വരാൻ പോകുന്ന കാര്യം 2 സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കും. മെയിൻലി നമ്മളെ കൺഫ്യൂഷൻ ആക്കുന്ന 2 സിറ്റുവേഷൻ ഉണ്ടോ? അത് ഞാൻ പറയാൻ പോകുന്നത്. ഒന്ന്, ചെക്ക് നമുക്ക് എന്ത് ചെയ്യും? റിസീവ് ചെയ്തു ആൻഡ് സെയിം ഡേ നമ്മൾ എന്ത് ചെയ്തു? ബാങ്കിൽ ഡെപ്പോസിറ്റ്. സെയിം ഡേ നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു വിചാരിക്കാം. അപ്പൊ ഇത് നമ്മൾ ബാങ്കിലാണ്, ബാങ്ക് അക്കൗണ്ടിൽ, ബാങ്കിന്റെ കോളത്തിൽ കാണിക്കും. ഇനി ചെക്ക് റിസീവ് ചെയ്തു ബട്ട് നോട്ട് പ്രസന്റഡ് സെയിം ഡേ ടു ദ ബാങ്ക്, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യില്ല, സെയിം ഡേ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തില്ല എങ്കിൽ അത് നമ്മൾ ക്യാഷ് ആക്കിയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ക്യാഷ് റിസീവ്, ക്യാഷിന്റെ കോളത്തിലാണ് കാണിക്കുക. ഈ റൂൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കാം. ഇതാണ് നമുക്ക് ഡബിൾ കോളം ക്യാഷ് ബുക്ക് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ഉണ്ടാവുന്ന ഒരു തെറ്റ്. മറ്റൊന്ന് കോൺട്രാ എൻട്രി ആണ്, ഞാൻ എത്തുന്ന സമയത്ത് പറയാം. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യത്തിലാണ് ഇവിടെ എത്തുന്നത്. സോൾഡ് ഗുഡ്സ് ആൻഡ് റിസീവ്ഡ് ചെക്ക് ആൻഡ് ഡെപ്പോസിറ്റ് ഓൺ ദ സെയിം ഡേ. ഗുഡ്സ് വിറ്റു ആൻഡ് ദ സെയിം ഡേ നമുക്ക് എന്ത് ചെയ്തു? അതിന്റെ എമൗണ്ട് നമ്മൾ ബാങ്കിലോട്ട്, ചെക്ക് നമ്മൾ കൊണ്ടുപോയി ബാങ്കിൽ ഇടുകയും ചെയ്തു. അപ്പൊ ഇവിടുത്തെ ജേണൽ എൻട്രി എങ്ങനെയായിരിക്കും വരിക? ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ് ആയിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നേരെ പോയിട്ട് സെയിൽസ് എഴുതുന്നു അല്ലെ? ഏതാ ഡേറ്റ് ഏതായിരുന്നു? 10/15 അല്ലെ? 15-ാം തീയതി വീണ്ടും സെയിൽസ് എഴുതും. ഇപ്രാവശ്യം ക്യാഷിന്റെ കോളത്തിലല്ല, പകരം നമ്മൾ എവിടെ എഴുതേണ്ടത്? ആ 7,900 കൊണ്ടുപോയിട്ട് നമ്മൾ ബാങ്ക് കോളത്തിൽ എഴുതി. സിമ്പിളാ, ബാങ്ക് കോളത്തിൽ എഴുതി, അത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് അടുത്ത വരുന്ന ഏതാണ്? പർച്ചേസ് സ്റ്റേഷനറി ബൈ ചെക്ക്. നമ്മൾ എന്ത് ചെയ്യും? സ്റ്റേഷനറി വാങ്ങി. അപ്പൊ എന്തായിരിക്കും ജനറൽ എൻട്രി വരിക? സ്റ്റേഷനറി അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക്. ഡേറ്റ് 17-ാം തീയതി. അപ്പൊ 17/1 സ്റ്റേഷനറി എന്ന് എഴുതും. ബാങ്ക് കോളത്തിലാണോ എഴുതുക? എത്ര എഴുതും? 1000 നമ്മൾ എഴുതും. ഇനി അതും കഴിഞ്ഞു. ക്യാഷ് ഡെപ്പോസിറ്റ് ഇൻ ടു ബാങ്ക്. അതായത് ഇനിയാണ് ഇവിടെ കോൺട്രാ എൻട്രി എന്ന് പറയുന്ന ഒരാൾ വരുന്നത്. കോൺട്രാ ആക്കുന്ന ആളാണ് കോൺട്രാ എൻട്രി. മര്യാദയ്ക്ക് നമ്മൾ നോക്കി ഒരു മനസ്സിലാക്കി കഴിഞ്ഞാൽ സിമ്പിളുമാണ്. അതായത് ക്യാഷും ബാങ്കും ഒരു ട്രാൻസാക്ഷനിൽ ഒരു ഡെബിറ്റ് ബാങ്ക് ആണെങ്കിൽ ക്രെഡിറ്റ് ക്യാഷ്, ക്യാഷ് ഡെബിറ്റ് ആണെങ്കിൽ ക്രെഡിറ്റ് ബാങ്ക് ആണെന്നുണ്ടെങ്കിൽ ക്യാഷും ബാങ്കും ഡെബിറ്റും ക്രെഡിറ്റും ആയിട്ട് വന്നു കഴിഞ്ഞാൽ ആ എൻട്രിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോൺട്രാ എൻട്രി. എന്താ വിളിക്കുക? ആ എൻട്രിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോൺട്രാ എൻട്രി. ഈ കോൺട്രാ എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ലെഡ്ജർ ഫോളിയോ കോളത്തിൽ സി എന്ന് പറഞ്ഞ് കാണിക്കും. ഡെബിറ്റ് സൈഡിൽ ക്യാഷിൽ കൂടി കഴിഞ്ഞാൽ ക്രെഡിറ്റ് സൈഡിൽ ബാങ്കിൽ കുറയും. ഡെബിറ്റ് സൈഡിൽ ബാങ്കിൽ കൂടിയാൽ ക്രെഡിറ്റ് സൈഡിൽ കുറയും. ഇപ്പൊ നമുക്ക് ഇവിടുത്തെ ട്രാൻസാക്ഷൻ തന്നെ നോക്കാം. എന്താണ്? ക്യാഷ് ഡെപ്പോസിറ്റ് ഇൻ ടു ബാങ്ക് 10,000. ജനറൽ എൻട്രി ഇങ്ങനെ വരിക. എന്താണ്?
ബാങ്ക് ഡെപ്പോസിറ്റ്, ബാങ്ക് കൂടി, അസറ്റ് ആണ് കൂടുമ്പോൾ ഡെബിറ്റ് ചെയ്യണം 10,000. ക്യാഷ് ആണ് കുറഞ്ഞു അല്ലെ, കൊടുത്ത ഡെപ്പോസിറ്റ് കുറഞ്ഞു, ടു ക്യാഷ് 10,000. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ആദ്യം ബാങ്കിൽ എന്ത് ചെയ്തു, ടു ക്യാഷ് എന്ന് പറഞ്ഞിട്ട് എത്ര ദിവസം, 20-ാം തീയതി അല്ലെ, 20-ാം തീയതി ക്യാഷ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് എഴുതും, ബാങ്കിൽ 10,000 എഴുതും. ഈ ലെഡ്ജർ ഫോളിയോ കോളം കണ്ടല്ലോ, ഇവിടെ നമ്മൾ അതിനെ സി എന്ന് പറഞ്ഞ് എഴുതും. ഇനി അതേ ഡേറ്റിൽ ഇവിടെയും കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യും, 20/1 ബാങ്ക് എന്ന് എഴുതും, ക്യാഷിന് എന്ത് ചെയ്യും, 10,000 എന്ന് എഴുതും. അതേപോലെ ഇവിടുത്തെ ലെഡ്ജർ ഫോളിയോ കോളത്തിൽ നമ്മൾ എന്ത് ചെയ്യും, സി, കോൺട്രയുടെ സി നമ്മൾ ഇട്ട് കൊടുക്കും. ഓക്കെ, കോൺട്രാ എൻട്രി ക്ലിയർ ആണോ പറയൂ, കോൺട്രാ എൻട്രി നിങ്ങൾക്ക് ക്ലിയർ ആയോ, എന്താണ് അവസ്ഥ, കോൺട്രാ എൻട്രി ക്ലിയർ ആണോ പറയൂ. യെസ്, ക്ലിയർ ആണല്ലേ. ഇനി അടുത്തത് പെയ്ഡ് കാർട്ടേജ്. നമ്മളിവിടെ ഇവിടെ ക്യാഷോ ബാങ്കോ ഒന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞ ഇത്തരത്തിൽ പെയ്ഡ് എന്ന് മാത്രം പറഞ്ഞാൽ നമ്മളത് ക്യാഷ് ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ട്രീറ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ കാർട്ടേജ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് എന്നാണ് എഴുതുക അല്ലെ. അപ്പൊ നമ്മൾ കാർട്ടേജ് ഏതോ ദിവസം 22-ാം തീയതി അല്ലെ, 22-ന് കാർട്ടേജ് എന്ന് കൊടുത്തു. എമൗണ്ട് എത്രയായിരുന്നു കാർട്ടേജിന്റെ, 500 നമ്മൾ റെക്കോർഡ് ചെയ്തു. 500 കൊണ്ടുപോയിട്ട് നമ്മളിവിടെ എഴുതി. ഇനി അടുത്ത ട്രാൻസാക്ഷൻ നോക്കാം. ചെക്ക് ഗീവൺ ടു മുഡിറ്റ്. മുഡിറ്റിന് എന്ത് ചെയ്തു, ചെക്ക് കൊടുത്തു എന്നാ പറഞ്ഞത്. അപ്പോൾ 7,000. അത് നമ്മുടെ ബാങ്കിൽ നിന്നാ പോണം അല്ലെ. അപ്പൊ നമ്മൾക്ക് എന്താ, മുഡിറ്റ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ബാങ്ക് ആണ്. അപ്പൊ നമ്മൾ 24-ാം തീയതി 24-ന് 4/1 മുഡിറ്റിന് നമ്മൾ എന്ത് ചെയ്തു, 7,000 രൂപയുടെ ചെക്ക് കൊടുത്തു. അത് നമ്മൾ റെക്കോർഡ് ചെയ്തു. ഇനി അതിനുശേഷം റെന്റ് പെയ്ഡ് ബൈ ചെക്ക്. അപ്പൊ നമ്മളിവിടെ എന്ത് എഴുതും, 28-ാം തീയതി അല്ലെ, 28/1 ബാക്കി അതിനവിടെ സ്ഥലം തികയാത്തോണ്ട് ഞാൻ അടുത്ത പേജിൽ എഴുതണം കേട്ടോ. റെന്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എത്ര കൊടുക്കാം, റെന്റ് പറഞ്ഞ് ഞാൻ എത്ര കൊടുത്തേ, 8,000 3,000 എന്ത് ചെയ്തു, 3,000 റെന്റ് കൊടുത്തു, ബാങ്ക് കോളത്തിന് കൊടുത്തു. ഇനി അടുത്തത് പെയ്ഡ് സാലറി. ഇവിടെ ക്യാഷ് ഒന്നും പറഞ്ഞിട്ടില്ല, ക്യാഷ് ആണ് നമ്മൾ അസ്യൂം ചെയ്യുന്നു. അപ്പോൾ സാലറി 29/1 സാലറി എന്ന് പറഞ്ഞു, ക്യാഷ് ആണ്. എത്രയായിരുന്നു എമൗണ്ട് എന്ന് പറയുന്നത്, 3,500 നമ്മൾ കൊടുത്തു. ഇത്രേ ഉള്ളൂ. ഇങ്ങനെയാണ് നമ്മൾ ക്യാഷ് ബുക്കിൽ നോർമൽ നമ്മൾ എങ്ങനെയാണോ എന്ത് പ്രിപ്പയർ ചെയ്തിരുന്നത്, ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് ആ രീതിയിൽ തന്നെ നമ്മൾ എല്ലാത്തിനും റെക്കോർഡ് ചെയ്തു. സിമ്പിൾ ആയിട്ട് നമ്മുടെ കാര്യങ്ങൾ കഴിഞ്ഞു. ഓക്കെ ആണല്ലോ. അപ്പോ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ട്, ഇതിന്റെ ബാക്കി കാര്യങ്ങൾ നോക്കണം അല്ലെ. അപ്പൊ ഇതിന്റെ ബാക്കി കാര്യങ്ങൾ എങ്ങനെയാ നോക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായിരിക്കും, നമുക്ക് ഇതിന്റെ കുറച്ച് സ്ഥലം വിട്ടിട്ട് 2 അക്കൗണ്ടിന്റെ ഭാഗങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ടോട്ടൽ ചെയ്ത് നോക്കാം. നമ്മളൊന്ന് ടോട്ടൽ ചെയ്യാം. ടോട്ടൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡെബിറ്റ് ബാലൻസ് ആയതുകൊണ്ട് ഡെബിറ്റ് തന്നെ ആദ്യം ടോട്ടൽ ചെയ്യാം. അപ്പോൾ നമ്മൾ 12,300 പ്ലസ് 9,500, 12ഉം 9ഉം 21, 29, 300, 500, 800. അപ്പൊ നമുക്ക് എത്ര കിട്ടി, 21,800 എന്ന് കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യുക, നമ്മളുടെ അപ്പുറത്തെ സൈഡിൽ അല്ലേ, അതായത് ക്യാഷിന്റെ ക്രെഡിറ്റ് സൈഡ് ഒന്ന് ടോട്ടൽ വെക്കാം. 1000, 1,500, 1,500, പിന്നെ ഒരു 3,500. അപ്പോൾ എത്രയാ, 4,000, 5,000 കുറവുണ്ട്. അപ്പൊ 5,000 കുറവ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എത്രയായിരിക്കും, നമുക്ക് നോക്കണം ഇനി ഇവിടെ എത്രയാ വരിക അല്ലേ. 3,500, 10,000, 10,500, 14,000 ആണ് കുറവ്. ഓക്കെ, അപ്പൊ 14,000 ഉള്ളൂ. അപ്പൊ ഏതാണ് ഇവിടെ ബാലൻസ്, 21,800 ആണ്. അപ്പൊ നമുക്ക് മനസ്സിലായി ഇവിടെ എന്തുണ്ട്, ഒരു ബാലൻസ് ക്യാരി ഡൗണിന്റെ എലമെന്റ് വരാനുണ്ട്. സോ നമ്മളിവിടെ ബാലൻസ് ക്യാരി ഡൗൺ നമ്മൾ ചെയ്തു. എത്ര ബാലൻസ് ക്യാരി ഡൗൺ, 21,800 മൈനസ് 14,000, ബാക്കി എത്ര വരും, 7,800 നമുക്ക് കിട്ടും. എത്ര കിട്ടും, 7,800 എന്ന് കിട്ടും. സിമ്പിൾ ആണ്. ഓക്കെ, 7,800 എന്ന് നമുക്ക് കിട്ടും. ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യാം, ബാങ്കിന്റെ ഭാഗത്തും ചെയ്യാം. ബാങ്ക് ടോട്ടൽ ചെയ്യുമ്പോൾ 32,500, 10,000 എത്ര, 42,500, 42,500, 7, 49,500, 49, 50 എത്ര, 400 എന്ന് കിട്ടില്ലേ, 50,400 കിട്ടി. ഇപ്പൊ തന്നെ മനസ്സിലാവേണ്ട ഏതാണ്, ഡെബിറ്റ് സൈഡ് തന്നെ കൂടുതൽ. അപ്പൊ ഇവിടെ 50,400, ഓവർ ഡ്രാഫ്റ്റ് ഒന്നും കൂടുതലില്ല. അതിൽ നമ്മൾ എന്ത് ചെയ്യണം, 5,300, 5,400. അപ്പൊ 10,700, 10,700, 1000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10,700, 11,700, 18,700, 18,700,
എത്ര 21,700 കുറച്ച് കഴിഞ്ഞാൽ എത്ര ചെയ്യാം നമ്മൾ നോക്കി എഴുതാം 21,700 കുറയ്ക്കണം. എത്ര എന്ന് കുറയ്ക്കണ്ടേ 50,400. 0 0 14 പോയ 7 ഇവിടെ 9 ഇവിടെ അതൊന്ന് പോയി 9 പോയി കഴിഞ്ഞാൽ 8 ഇവിടെ 4 പോയി 28,700 എന്ന് കിട്ടും. അപ്പൊ നമ്മളിവിടെ എത്ര എഴുതും 28,700. ഇനി അടുത്ത വർഷത്തേക്ക് എഴുതുമ്പോൾ ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര 7,800 അതേപോലെ തന്നെ 28,700. ഇത്ര എഴുതി കഴിഞ്ഞാൽ നമുക്ക് 5 മാർക്ക് ക്യാഷ് ബുക്കിന്റെ 5 മാർക്ക് നമുക്ക് സിംപ്ലി നമുക്ക് ക്യാച്ച് ചെയ്യാൻ സാധിക്കും. എന്താണ് നിങ്ങൾക്ക് മനസ്സിലായോ? ക്ലിയർ ആണോ? ക്യാഷ് ബുക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യോ? ഇതിൽ എല്ലാ ഐറ്റംസും വന്നിട്ടുണ്ട്. വരാവുന്ന മാക്സിമം എല്ലാ ഐറ്റംസും എടുത്തിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആണോ? ഫസ്റ്റ് ബ്ലോക്ക് ഇതോടെ കഴിഞ്ഞു. നമുക്ക് നോക്കാനുള്ള 2 ചെറിയ ബ്ലോക്കും പിന്നെ ഒരു ഫൈനൽ അക്കൗണ്ടിലെ കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് മാത്രമേ പറയാനുള്ളൂ.